നാരായണ 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 നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ. ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓങ്കും ഗുരുഭ്യോ നമഃ. ഓങ്കം ഗണപതയേ നമഃ. ഓം പം പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ 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 നമഃ ശിവായ. ബാലരിവിദ്യുതിമിന്ദു കിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശിം നമീ. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തകവേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം തൃശൂലം പാതുനോ ഭീതേർഭദ്രകാളീ നമോസ്തുതേ. അമ്മീ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സത്രവേദിയിൽ വിഷയമാണെങ്കിൽ വളരെ കഠിനം, ഗഹനം, പലപ്പോഴും നമ്മെ അലട്ടുന്ന രീതിയിലേക്ക് പഞ്ചമസ്കന്ധം കൊണ്ടുപോകാറുണ്ട്. പിടികിട്ടാത്ത, എത്തും പിടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് എന്ന് ചുരുക്കം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പഞ്ചമസ്കന്ധം അവിടെ കൊരുത്തു വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്ന ലക്ഷണമാണ് പഞ്ചമസ്കന്ധത്തിൽ ആരോപിതമായിട്ടുള്ളത്. സ്ഥാനം, സർഗവും വിസർഗവും രണ്ട് പ്രധാനപ്പെട്ട ലീലകൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക്, നാം കാണുന്ന സർവ്വചരാചരങ്ങളുടെയും ജന്മത്തിന് ഹേതുവായിട്ടുള്ള സർഗവിസർഗാദി ലീലകൾ. മൂന്നാമത് നാം സ്ഥാനം എന്ന് പറയുന്ന ലക്ഷണം ദശലക്ഷണങ്ങളിൽപ്പെട്ട് ആരോപിതമായിട്ടുള്ളത് ഈ പഞ്ചമസ്കന്ധത്തിലാണ്. പഞ്ചമസ്കന്ധം ഗദ്യപദ്യങ്ങളെ കൊണ്ട് വളരെ സുന്ദരമായിട്ട് വേദവ്യാസർ രചിച്ചിട്ടിരിക്കുന്നത്, തുടക്കം മുതൽ അവസാനം വരേക്കുള്ള അധ്യായങ്ങൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്ന് പറയുന്ന ലക്ഷണം, സ്ഥാനം എന്ന് പറയുന്നതിൻ്റെ, സ്ഥിതി എന്ന് പറയുന്നതിൻ്റെ, വൈകുണ്ഠത്തിൻ്റെ വിജയം, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വിജയം എന്നിങ്ങനെ പറയുന്ന ആ ലക്ഷണം അല്പം പരിശോധിച്ചുകൊണ്ട് എന്താണ് ഈ ഭൂഗോള വർണ്ണന കൊണ്ട് നാം സാധിക്കേണ്ടത്. ഇവിടെ വന്നപ്പോൾ അതിസുന്ദരമായിട്ടുള്ളൊരു ഭജന, ആ ഭജനയെ തുടർന്ന് നാം കേട്ടത് മുഴുവൻ സമാന ചിന്താഗതി വളർത്തിയെടുക്കാനുള്ളൊരു പ്രാർത്ഥന. ഋഗ്വേദി അന്തർഗതമായിട്ടുള്ള സംവാദ സൂക്തം എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള സൂക്തം ജപിച്ചുകൊണ്ട് സമാന ചിന്താഗതിക്കാരായിട്ട് മാറുക, സമത്വബോധം വളർത്തുക. തൃതീയ സ്കന്ധത്തിൽ കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതുതന്നെയാണ്. സമാന ചിന്താഗതിയില്ലാതെ നാം എന്ത് ചെയ്തിട്ടും യാതൊരു ഫലവുമില്ല എന്ന്. അർച്ച എന്ന് പറയുന്ന വിഗ്രഹാരാധന പോലും നാം ചെയ്യണമെങ്കിൽ സമത്വബോധം വേണം. അതുണ്ടാക്കിയെടുക്കാനും ഈ പറയുന്ന വിഗ്രഹാരാധന ആവശ്യമാണ്.
ഈ സമത്വബോധം എന്ന് പറയുന്നത് അസ്തമിച്ചിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ചെറിയ 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 സംഘടനകൾ പോലും ബൃഹത്തായിരിക്കുന്ന ഹൈന്ദവ ജനത തീ എന്നുള്ളത് വിട്ടിട്ട് ചെറിയ ചെറിയ ഒരു കുടുംബം പോലും വാസ്തവത്തിൽ സമാന ചിന്താഗതികൾ വിട്ടുപോയ അന്തരീക്ഷത്തിലാണ്. സമാനീവ കൂതി സമാനാഹൃദയാനിവ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നാം ജപിച്ച സംവാദ സൂക്തം ഇന്നൊരു പുഷ്പാഞ്ജലി മന്ത്രമായിട്ട് മാറിക്കഴിഞ്ഞു. പുഷ്പാഞ്ജലി മന്ത്രമായി മാറുക, അത് അർച്ചന നടത്തിയിട്ട് പ്രസാദം കൊടുത്ത് ദക്ഷിണം വാങ്ങുക എന്നുള്ള സമ്പ്രദായത്തിലേക്ക് അർത്ഥഗതി അറിയാതെ ആ അർത്ഥതലത്തിലേക്ക് കടന്നു വന്ന് പരസ്പരം മാനസികമായിട്ടുള്ള മാറ്റം വരാതെ പോകുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഫലവും കിട്ടാതെ എന്താണ് ഈ പറയുന്ന സമത്വബോധം എന്ന് അറിയാൻ സാധിക്കാതെ നമ്മൾ കുഴഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വീണ്ടും സമത്വം എന്ന് പറയുന്ന യോഗം, സമത്വം യോഗമുച്യതേ എന്ന് ഭഗവാൻ പറഞ്ഞതിൽ നിന്നും നമ്മൾ സമഭാവനയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്ന്, ആത്മഭാവത്തിൽ നമ്മളെല്ലാം ഒന്ന്, ശരീരം കൊണ്ടും പ്രാദേശിക വ്യത്യാസങ്ങൾ കൊണ്ടും വ്യത്യസ്തരായി വൈരുദ്ധ്യങ്ങളുണ്ടായേക്കാം. പക്ഷേ യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ലാത്ത മാനസിക തലം, ആധ്യാത്മികമായിട്ടുള്ള ആത്മീയ തലം ഒന്ന് എന്നുള്ള ബോധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് യോഗം. ആ യോഗത്തിൻ്റെ ചിന്ത, അതിൻ്റെ ചിന്തനം ആദ്യം മുതൽ അവസാനം വരേക്ക് പ്രകടമായി കാണുന്ന പഞ്ചമസ്കന്ധം, അതിൻ്റെ ലക്ഷണം സ്ഥാനം എന്ന് പറഞ്ഞു, സ്ഥിതി എന്നും പറയുന്നു. സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്നുകൂടി സൂചിപ്പിച്ചു. വൈകുണ്ഠം എന്ന് പറയുന്നത് യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. നല്ലൊരു നിർവചനം ഭഗവത്ഗീതയിലും സംഗതിവശാൽ നാം ഈ ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിലും കാണുന്നുണ്ട്. യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. നമ്മൾ എവിടെ നിന്ന് പോകുന്നു എന്ന് പിടികിട്ടാത്തത് കൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള ധാരണയില്ലാതെ പോയി. വന്നത് ഇന്ന സ്ഥലത്ത് നിന്ന് എന്നൊരു ബോധമുണ്ടായാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള മാർഗം നമുക്ക് വ്യക്തമായി കിട്ടുകയും ചെയ്യും. ജയവിജയന്മാർ പോകുന്നതായിട്ടുള്ള അതേ സങ്കേതം വൈകുണ്ഠം, അവിടെ ചെന്നാൽ പിന്നൊരു തിരിച്ചുവരവ് ആവശ്യമില്ല. അപുനർഭവം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കെത്താം. അങ്ങനെയുള്ള വൈകുണ്ഠം, ആ സ്ഥലമാണ് എൻ്റെ വീട്. തദ്ധാമ പരമം മമ. ഭഗവാന്റെ വീട് എന്ന് ഭഗവാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഭാഗവതമായാലും നമ്മുടെ ആർഷ സംസ്കാരത്തിൻ്റെ എല്ലാ തത്വചിന്തകളായാലും അവിടെ അഹം എന്ന് പറയുന്നത് ബൃഹത്തായിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള അഹം തന്നെയാണ്. അവിടെ സങ്കുചിതത്വമില്ല, നാരോ മൈൻഡഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചിൻ്റെ ആവശ്യമില്ല. കാരണം അത് ബൃഹത്തായിരിക്കുന്ന ആ അഹം എന്ന് പറയുന്ന ബോധം, ആത്മബോധം, അഖണ്ഡമായിരിക്കുന്ന ബോധ തലം തന്നെയാണ് അഹം. അങ്ങനെ എൻ്റെ വീടെവിടെയെന്ന് ചോദിച്ചാൽ വൈകുണ്ഠമാണ്. അവിടെ യദ്ഗത്വാ ന നിവർത്തന്തേ, അവിടെ ചെന്നാൽ തിരിച്ചു വരേണ്ടതില്ല. അപുനർഭവം എന്ന് പറയുന്നൊരു മോക്ഷതലം ഞാൻ സാധിക്കുകയാണ്, സമ്പാദിക്കുകയാണ്. ജയവിജയന്മാർ അവിടെ നിന്നിറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൃതീയ സ്കന്ധത്തിലെ കഥ തുടങ്ങുമ്പോൾ തുടർന്നും നമ്മൾ വായിക്കുന്ന കഥകളിലൂടെ ഈ ജയവിജയന്മാർ നമ്മുടെ പ്രതിനിധികൾ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അവർ എവിടെ നിന്ന് പോന്നോ അതാണ് നമ്മൾ പോകുന്ന സ്ഥലവും അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് ധരിച്ചാൽ അതിന് യോഗമാർഗമാണ് നമുക്ക് അവലംബം. മനുഷ്യൻ ജനിച്ചിട്ടുള്ളത് അവൻ്റെ പ്രത്യേക വേഷവിധാനങ്ങളോടുകൂടി, ശാരീരിക ഘടനയോടുകൂടി. പ്രത്യേകിച്ചും അവൻ ജനിച്ചു വീണത് യോഗ എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള അവസ്ഥ, ആ പർട്ടിക്കുലർ പോസ്, അത് സാധിച്ചുകൊണ്ട് ലക്ഷ്യം എന്ന് പറയുന്ന വൈകുണ്ഠപദപ്രാപ്തി സാധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. തുടക്കത്തിലെ നമ്മൾ ദ്വിതീയ സ്കന്ധത്തിലെ പരീക്ഷത്തിനോട് ശുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്ന ജിതാസന, ജിതശ്വാസ, ജിതേന്ദ്രിയ, ജിതസംഘ എന്നെല്ലാമാണ്. നമ്മളെല്ലാവരും തന്നെ വാസ്തവത്തിൽ ജിതാസനന്മാരാകണം. അവിടെയും പരീക്ഷത്തിനെ കരുവാക്കിക്കൊണ്ട്, ഉദാഹരണമാക്കിക്കൊണ്ട്, മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് ഇട്ടു തന്നിരിക്കുന്ന ഭാഗവതത്തിൽ ജിതാസനന്മാരാകുക, ജിതാസനന്മാരാകുക, ജിതേന്ദ്രിയന്മാരാകുക, ജിതശ്വാസന്മാരാകുക, ജിതസംഘന്മാരാകുക. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളെല്ലാം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് സമത്വസുന്ദരമായിരിക്കുന്നൊരു മാനസിക ഐക്യം സാധിച്ചുകൊണ്ട്, യോഗം സാധിച്ചുകൊണ്ട്, കുത്തിയിരുന്നുകൊണ്ട് പ്രാണായാമത്തിലൂടെ ആധ്യാത്മിക ധാര അതെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് പരീക്ഷത്തിനോട് ആദ്യം തന്നെ ശുഖബ്രഹ്മം ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ധ്യാനിക്കുക. ജിതാസനായി, ജിതേന്ദ്രിയനായി, ജിതശ്വാസനായി,
ജിതസംഗനായിട്ട് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്നു കൊണ്ട് ധ്യാനിക്കുക എൻ്റെ വിരാട് രൂപമായാലും, അത്തരത്തിലല്ല അതിനേക്കാൾ സൂക്ഷ്മതലത്തിലേക്ക് കടക്കാനാണെങ്കിലും അവിടെ എല്ലാം തന്നെ ഈ യോഗധാരണ ആവശ്യമാണ് എന്ന്. വളരെ രസകരമായിരിക്കുന്ന പഞ്ചമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന പ്രിയവ്രതനെയാണ്. സ്വയംഭുവ മനുവിന് 5 സന്തതികളുണ്ടായതിൽ 3 പെൺകുട്ടികൾ, ആകൂതി, പ്രസൂതി, ദേവഹൂതി. അതിൽ ദക്ഷപ്രജാപതിയുടെ കഥയോട് ബന്ധപ്പെട്ട് ഒരു മകളുടെ കാര്യം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിൽ, തൃതീയ സ്കന്ധത്തിൽ നമ്മൾ കണ്ട് ദേവഹൂതിയുടെ കഥയോടൊപ്പം കപിലവാസുദേവൻ്റെ അവതാരം വായിച്ചപ്പോൾ മറ്റൊരു മകളുടെയും കഥ നമ്മൾ വായിച്ചു, ആകൂതി, രുചിപ്രജാപതി. അതെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ആ കഥയും സന്ദർഭവശാൽ നമ്മളിങ്ങനെ സ്മരിച്ചു ഭാഗവതത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് ഉത്താനപാദൻ എന്ന് പറയുന്ന തല കിഴുക്കണാന്തൂക്കായ നമ്മുടെ മറ്റൊരു പ്രതിനിധി. ഭാഗവത കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രതിനിധികളാണ്, നമ്മളെ പ്രതിനിധീകരിക്കുന്നു. അല്ലെങ്കിൽ അവരെ അനുകരിച്ചും അനുധാവനം ചെയ്തും അവർ കാണിച്ചു തന്ന മാർഗം അവലംബിച്ചും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ലക്ഷ്യത്തെ പ്രാപിച്ചു കൊള്ളണമെന്നുള്ളൊരു നിർദ്ദേശം. ഇവിടെ ഈ ഉത്താനപാദൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ നോക്കിയാൽ അയാൾക്ക് സുനീതി എന്ന് പറയുന്ന ഭാര്യയേക്കാൾ സുരുചി എന്ന് പറയുന്ന ഭാര്യയോടാണ് എന്തെന്നില്ലാത്ത പ്രേമവായ്പ്. അതുകൊണ്ട് ശ്രേഷ്ഠമതിയായിരിക്കുന്ന ധ്രുവകുമാരന് മടിയിലിരിക്കാനൊരവസരം കൊടുക്കാൻ പോലും തൻ്റെ ഇടമില്ല. ധ്രുവകുമാരൻ വാസ്തവത്തിൽ ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് തപസ്സിന് പോയി തപസ്സിൻ്റെ ഫലമായിട്ട് ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് നാം കാണുന്നുമുണ്ട്. ധ്രുവപദമപിയാതോ യത് കൃപാതോ ധ്രുവോയം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നാം ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദരെ മാഹാത്മ്യവേളയിൽ സ്മരിക്കുന്നുമുണ്ട്. ധ്രുവനെ ഇത്തരത്തിൽ ധ്രുവനാക്കി തീർത്ത ആ നാരദരെ സ്മരിക്കുമ്പോൾ ഈ ധ്രുവകുമാരൻ്റെ അച്ഛൻ ഉത്താനപാദൻ്റെ കഥ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. തലകിഴുക്കണം തൂക്കായിട്ടുള്ളൊരവസ്ഥ. നമ്മൾ എത്രമാത്രം ഭാഗവതം കേട്ടിട്ടും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അനവധി നടത്തിയിട്ടും ഉത്സവ കോലാഹലങ്ങളും ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളും നടത്തിയിട്ടും നമ്മൾ ഇപ്പോഴും തലകിഴുക്കണം തൂക്ക് തന്നെ, വഞ്ചി തിരുനക്കര തന്നെ എന്നുള്ള മട്ടിലേക്ക് പോകുന്നതാണ് അങ്ങേയറ്റത്തെ കഷ്ടം. അതിനെ മാറ്റിയെടുക്കാനാണ് പഞ്ചമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ തലകിഴുക്കണം തൂക്കായിട്ടുള്ളൊരവസ്ഥയെ എങ്ങനെ തല നേരെയാക്കിയെടുക്കാം. അല്പമേ നമ്മൾ കേട്ടുള്ളൂ പഠിച്ചുള്ളൂ എങ്കിൽ കൂടി ആ അല്പം നമ്മളൊന്ന് ഉറപ്പിക്കാൻ നോക്കുക. മരാമര എന്ന് ജപിക്കാനായിട്ട് വാൽമീകി നിഷാദനായിരുന്ന കാട്ടാളനായിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്ത അതേ മന്ത്രത്തിൻ്റെ സ്വഭാവവും സ്വരൂപവും അവിടെയെല്ലാം തന്നെ മര എന്ന് പറയുന്ന രാമ എന്ന് പറയുന്ന മന്ത്രമായി തീരുന്ന പോലെ നമ്മളിൽ ജന്മസിദ്ധമായിട്ട് ഇൻഹറൻ്റായിട്ട് നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ തലകിഴക്കണം തൂക്ക് എന്ന് പറയുന്നൊരവസ്ഥ, അധോമുഖമായിരിക്കുന്ന നമ്മുടെ ഈ രീതി, അതെല്ലാം തന്നെ മാറ്റിയെടുത്തേ മതിയാവൂ. അതിന് സാധന വേണം. യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറഞ്ഞ വൈകുണ്ഠപദപ്രാപ്തിക്ക് സാധന ഇല്ല എങ്കിൽ സാധ്യമല്ല. ശിവപുരാണത്തിൽ സാധ്യമെന്താണ്, സാധന എന്താണ്, സാധകനാരാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ആദ്യമേ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ കേട്ടു തുടങ്ങിയതും സംവാദസൂക്തവും അതുപോലെ ശാന്തിപാഠവും തുടർന്ന് വിദ്യയേകണേ എന്നുള്ളൊരു പ്രാർത്ഥനയും നമ്മൾ കേട്ടപ്പോൾ ഈ വിദ്യ എന്ന് പറയുന്നത് ഏകണേ എന്ന് പറയുമ്പോൾ അന്നപൂർണേശ്വരി അമ്മ ഒരു പാത്രത്തിൽ ചോറും മറ്റേ കയ്യിൽ തവിയുമായിട്ട് ഇങ്ങനെ ഉരുട്ടി വിളമ്പി ഫീഡ് ചെയ്യുന്ന രീതിയിൽ മരിക്കുന്നവരേക്ക് വിദ്യയേകണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ വിദ്യ അത് കരഗതമാകുമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും കൊണ്ടുവന്നിങ്ങനെ വിളമ്പിത്തരുന്ന വിദ്യയ്ക്ക് പുസ്തകജ്ഞാനം എന്നല്ലാതെ അതിനെ മസ്തകജ്ഞാനം എന്ന് പറയാൻ പറ്റുമോ? നാം പുസ്തകങ്ങളിലൂടെ അനവധി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രസംഗിക്കാൻ വാതോരാതെ വാചാലമായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവെല്ലാം ഉണ്ടായാൽ പോലും അത് വിദ്യയുടെ ഒരു വശം എന്നുള്ളതിൽ കവിഞ്ഞ് അത് വിദ്യയാകുന്നില്ല. വിദ്യ ഏകണേ എന്ന് പറയുമ്പോൾ ഈ സംസാരം എന്ന് പറയുന്ന തലകിഴക്കണം തൂക്കായ ഉത്താനപാദൻ്റെ രീതിയിലുള്ള അധപ്പതിച്ച അധോമുഖമായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് അറുതി വരാനായിട്ടുള്ളതാണ് വിദ്യ. രാമായണത്തിൽ വ്യക്തമായിട്ടും രാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു കൊടുത്തത് സംസാര നാശിനിയാണ് വിദ്യ. ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരം കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, കൂടുതലായിട്ട് ഈ പ്രപഞ്ചത്തിൽ അതുമിതുമെല്ലാം തന്നെ സമ്പാദിച്ച് എന്തെന്നില്ലാത്ത കെട്ടും മട്ടുമെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് പോകുമ്പോൾ അത് അവിദ്യ, അത് വിദ്യ അല്ല. അതുകൊണ്ടാണ് പഞ്ചമസ്കന്ധത്തിലെ ഭൂഗോള വർണ്ണനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ടൊരു 3 കഥാപാത്രങ്ങളെ നമുക്ക് ഇട്ടുതരുന്നുണ്ട് ഭാഗവതം. ഉത്താനപാദൻ്റെ സഹോദരനായിരിക്കുന്ന പ്രിയവ്രതനാണ് ആദ്യത്തെ കണ്ണി.
പ്രിയവ്രതൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാവും പകലും മാറി മറിഞ്ഞ് വരുന്നതൊട്ടും ഇഷ്ടമല്ലാത്തൊരു കഥാപാത്രം. ഒരിക്കലും ഇരുട്ട് പാടില്ല പോലും. നമ്മുടെ ഇടയിലേക്ക് ആ ചിന്താഗതിയുണ്ടോ? നമുക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി എത്രയും പെട്ടെന്ന് ഇങ്ങനെ അടുത്തുകൂടി വന്ന് കിടന്ന് ഉറങ്ങണമെന്നുള്ളൊരു ത്വര, ആ ടെൻഡൻസി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. നമ്മൾ പൂജക്കാരായാൽ പോലും വെളുപ്പാങ്കാലമാകുന്നവരേക്ക് ക്ഷീണമുള്ളതുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് വേണം എഴുന്നേൽക്കാമെന്നുള്ള ചിന്താഗതിയാണ്. ഉറങ്ങിയില്ല എങ്കിൽ വെളുപ്പംകാലത്തെ പൂജയ്ക്ക് കേട് സംഭവിക്കും. ഉറങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. ഉറങ്ങാതിരിക്കുക. നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഉണരരുതിന്നി എന്ന് പറയുന്നൊരു പ്രയോഗത്തിൽ ഉറങ്ങിടാതിരുന്നിടണം എന്നൊരു പ്രയോഗവും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വളരെ അലർട്ടായിരിക്കുന്ന ഒരു ആധ്യാത്മികവാദിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ല. അയാൾക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല, കണ്ണടയില്ല, നിർനിമേഷമായിരിക്കുന്ന ഒരവസ്ഥ അയാളിൽ സംജാതമാകണം. കാരണം എന്താ? എന്ന് നമ്മൾ കണ്ണടച്ചു തുടങ്ങിയോ, ഈ നിമേഷ ഉന്മേഷങ്ങൾ ഉണ്ടായോ, അന്ന് മുതൽക്ക് ഈ കാലൻ്റെ രൂപത്തിൽ നമ്മുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നിർനിമേഷമായിട്ടുള്ളൊരവസ്ഥ, ഉറക്കമില്ലാത്തൊരവസ്ഥ, അലർട്ടായിരിക്കുന്നൊരവസ്ഥ, ജാഗരൂകത, ഇതെല്ലാം വാസ്തവത്തിൽ ഒരു ആധ്യാത്മിക തലത്തിൽ നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് പ്രിയവ്രതൻ. ഇരുട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉറക്കം മതി. അപ്പോൾ ഉറക്കം അസ്തമിച്ചുകൊണ്ട് അത്തരത്തിൽ മയങ്ങുന്ന രീതിയെല്ലാം തന്നെ വിട്ടുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉണർന്നിരുന്നു കൊണ്ട് ഉത്തിഷ്ഠത, ജാഗ്രത, ആ രീതിയിലേക്ക് നമ്മളെ നയിക്കണമെന്ന് കൊതിച്ച ഒരു ഭാഗവത കഥാപാത്രമാണ് പ്രിയവ്രതൻ. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല, രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചില്ല. ആത്മാരാമനായിരുന്ന അദ്ദേഹം വാസ്തവത്തിൽ ഇതിനെല്ലാം മുത്തച്ഛൻ്റെ പ്രേരണയ്ക്ക് വശംവദനായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. ആ പ്രിയവ്രതൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇരുട്ട് വരാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇരുട്ടിനെ തരണം ചെയ്യാനായിട്ട് തേജോമയമായിട്ടുള്ളൊരു രഥത്തെ സൃഷ്ടിച്ച് അതിലിരുന്നു കൊണ്ട് ആദ്യം ഈ പഞ്ചമസ്കന്ധത്തിൽ ആദ്യം നമ്മൾ കാണുകയാണ് സപ്തസമുദ്രങ്ങളെ സൃഷ്ടിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് സപ്തദ്വീപുകളെയും. വളരെ അർത്ഥവത്തായിരിക്കുന്നൊരു യോഗചര്യ. എങ്ങനെ നമുക്ക് ഇരുട്ടിനെ അതിക്രമിക്കാം, ഇരുട്ടിൽ നിന്ന് വിട്ടിട്ട് പ്രകാശപൂർണമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എങ്ങനെ എത്താം, അതിന് യോഗമല്ലാതെ യോഗ എന്ന് ഇന്ന് പറയുന്ന ആ ആധ്യാത്മിക വിദ്യയല്ലാതെ മറ്റ് യാതൊന്നും ഉപകാരപ്രദമല്ല. അവിടെയാണ് വിദ്യ. അപ്പോൾ നേരത്തെ നിങ്ങൾ കീർത്തനം ചൊല്ലുന്നത് കേട്ടപ്പോൾ വിദ്യാഗോപാല മന്ത്രാർച്ചന എന്ന് പറയുന്ന സപ്താഹവേദികളിലെല്ലാം തന്നെ കണ്ടുവരുന്ന ഒരു പ്രത്യേക സമ്പ്രദായം, അവിടെ വിദ്യാഗോപാലൻ എന്ന് പറയുന്ന സാക്ഷാൽ ജഗദീശ്വരൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വിദ്യ ഉണ്ടാകണം, വിദ്യാമാശുപ്രയച്ഛമേ എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെയും വിദ്യ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അർച്ചിക്കുന്നത്. കുട്ടികൾ പ്രാർത്ഥിക്കുന്നതും എന്താണ് വിദ്യ എന്നറിഞ്ഞുകൊണ്ടല്ല. A+ കിട്ടണമെന്നുള്ളതിൽ കവിഞ്ഞ് അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന വിദ്യ വേണമെന്നവർ ആഗ്രഹിക്കുന്നതേയില്ല. അപ്പോൾ അവിടെയും ഇവിടെയും നമ്മൾ കാണുന്നത് വിദ്യ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥതലത്തെ അന്വേഷിക്കാതെ വെറും കായികമായിട്ടുള്ളൊരു വ്യായാമമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അതിനെ വിദ്യ എന്ന് പറയുന്ന കായികമായിട്ടുള്ളൊരു വിനോദമോ അല്ലെങ്കിൽ വ്യായാമമോ അല്ല. മാനസികമായിട്ടുള്ളൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ആധ്യാത്മിക തലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു കയറുന്നൊരു സമ്പ്രദായം മാത്രമാണ് വിദ്യ, ശ്രീവിദ്യ. നമ്മൾ ലളിതാസഹസ്രനാമത്തിലും ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല, ഷോഡശാക്ഷരീ വിദ്യ എന്നെല്ലാം പറയുന്ന വിദ്യ. ആ വിദ്യ ലളിതാസഹസ്രനാമത്തിൽ മാത്രമല്ല, മറ്റ് ഓരോരോ സമ്പ്രദായങ്ങളിൽ, അതായത് ശാക്തം, ഗാണപത്യം അല്ലെങ്കിൽ ശൈവം, വൈഷ്ണവം എന്ന് പറയുന്ന തന്ത്രങ്ങൾ, ഏത് തന്ത്രമെടുത്താലും ഏത് മന്ത്രമെടുത്താലും ഏതൊരു സമ്പ്രദായം എടുത്താലും അവിടെയും ഇത്തരത്തിൽ വിദ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണിവ. കുളാർണവതന്ത്രമോ അത്തരത്തിലുള്ള തന്ത്രങ്ങളോ ഏതൊരു തന്ത്രം പരിശോധിച്ചാലും നമ്മൾ നേടേണ്ടത് വിദ്യ. ശ്മശാനത്തിൽ ചെന്നിരുന്ന് ഒരു ശവത്തിൻ്റെ മേൽ കുത്തിയിരുന്ന് താര എന്ന് പറയുന്ന, ഉഗ്രതാര എന്ന് പറയുന്ന ആ മന്ത്രമൂർത്തി ഏകദശവിദ്യകളിലൊന്ന്, അതിനെ ഉപാസിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ആ മന്ത്രവാദം ചെയ്യാനല്ല, വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭുവനേശ്വരിയെ ഉപാസിക്കുന്നതും ധൂമാവതിയെ ഉപാസിക്കുന്നതും ചിന്നമസ്തയെപ്പോലുള്ള ഉഗ്രരൂപിണികളെയെല്ലാം തന്നെ നമ്മൾ ഉപാസിക്കുന്നതും വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും വിദ്യ എന്ന് പറയുന്ന നേടാൻ വേണ്ടിയിട്ടാണ് പ്രയോഗം മുഴുവൻ. ഭാഗവതവും വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. പഞ്ചമസ്കന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള വിദ്യ എന്താണെന്ന് മാത്രം നോക്കാം. ഒരു വട്ടം ഇവിടെ ഈ ഭൂഗോള വർണ്ണന പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. അന്ന് പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായിട്ട് മറ്റൊരു വിദ്യ എന്ന് പറയുന്ന തലത്തിലേക്ക് എത്താം. അതിനൊരു പ്രേരക ശക്തിയായിട്ടാണ് പ്രാർത്ഥന ഇവിടെ കേട്ടത്. വിദ്യയേകണേ, വിനയവും വേണം. അപ്പോൾ എല്ലാ തരത്തിലും വിദ്യയേകണേ എന്നുള്ള പ്രാർത്ഥന പ്രചോദനം നൽകിക്കൊണ്ട് ആ തലത്തിലേക്ക് നമുക്ക് പതുക്കെ ഒന്ന് കടക്കാം. എന്താണ് വിദ്യ? യോഗവിദ്യ.
ഈ യോഗവിദ്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം. ശരീരത്തെ വേണ്ട രീതിയിൽ ഇരുത്തണമെന്ന് നേരത്തെ ശുഖബ്രഹ്മം പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുത്ത അതുകൊണ്ടാണ് ഈ ശരീരമില്ല നിവൃത്തിയില്ല, ശരീരമദ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് വരാഹാവതാരം വന്നിട്ട് എന്ത് ചെയ്തു? ഭൂമി എന്ന് പറയുന്ന ഗോളത്തെ, അധപ്പതിച്ച് കടന്നിരുന്ന ഗോളത്തെ തൻ്റെ തേറ്റമേൽ വെച്ചുകൊണ്ട് യഥാസ്ഥാനത്ത് ഓർബിറ്റിലെ ഭ്രമണവീതിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് അതിൻ്റെ കേടും കെടുതികളും എല്ലാം തന്നെ മാറ്റി. ഭൂമി എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ ശരീരം എന്ന് തന്നെ ഉറപ്പിക്കണം. എവിടെയെല്ലാം തന്നെ ഭൂമിയെപ്പറ്റി പറയുന്നുണ്ടോ, ചതുർത്ഥ സ്കന്ധത്തിൽ പൃഥുവിൻ്റെ കഥയായാലും തൃതീയ സ്കന്ധത്തിൽ വരാഹാവതാരമായാലും അവിടെയെല്ലാം തന്നെ പൃഥു, പൃഥ്വി എന്നെല്ലാം പറയുന്ന ആ പദപ്രയോഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തെ തന്നെയാണ് ഭാഗവതം ലക്ഷ്യമിടുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയത എന്ന് മാത്രമല്ല, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ വാക്യവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ശരീരത്തെ വിട്ടുകൊണ്ട് നമുക്ക് യാതൊരു പ്രവർത്തനവും ആദ്യം സാധ്യമല്ല. ശരീരത്തെ വിട്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ പലതും നേടേണ്ടതുമുണ്ട്. അത് വിദ്യ. ശരീരം അവിദ്യയായിട്ട് പറഞ്ഞേക്കാം, അവിദ്യാരൂപി ആവരണമായിട്ട് പറഞ്ഞേക്കാം. പക്ഷേ ഈ ശരീരം എന്ന് പറയുന്ന അവിദ്യാരൂപി ആവരണത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ വിദ്യയെ ആർജിക്കുന്നത്. അവൾ വിദ്യ നേടാൻ വേണ്ടിയിട്ട് ഈ ആവരണം ആവശ്യമാണ്. ഏതൊരു ആത്മാവിനെയാണോ സൂക്ഷ്മതലത്തെയാണോ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ശരീരത്തെ കൊണ്ട്, ആ ശരീരത്തിൻ്റെ പ്രത്യേക നിർമ്മാണ രീതി, ഈശ്വരൻ്റെ അസൃഷ്ടി വൈഭവം, അതിൻ്റേതായുള്ള ഘടന, നട്ടെല്ലിൻ്റെ ഒരു പ്രത്യേക രീതി, തലച്ചോറും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ സംഘടിപ്പിച്ചു വച്ചിരിക്കുന്നത് യോഗം എന്ന് പറയുന്നതിനെ അവലംബിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണുന്നു, ഈ മർത്യശരീരം നാനാഭോഗത്തിനുള്ളതല്ല പറഞ്ഞത് ഋഷഭൻ. പ്രിയവ്രതനെ തുടർന്ന് നമ്മൾ കണ്ട ഋഷഭൻ എന്ന് പറയുന്ന കഥാപാത്രം അവതാര സ്വരൂപം സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ മർത്യശരീരം നാനാഭോഗത്തിനുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തിന് 100 മക്കളുണ്ട്. 100 മക്കളിൽ മൂത്തപുത്രൻ ഭരതനാണ്. പിന്നാലെ വന്നിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ് ഈ നവയോഗികൾ പെട്ടത്. ശ്രേഷ്ഠമതികളായിട്ടുള്ള 100 മക്കൾ. അവരെ എല്ലാവരെയും പിടിച്ചിരുത്തിക്കൊണ്ട് നല്ലൊരു സദസ്സെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഉപദേശിക്കുന്നതിൽ ശരീരത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം, യോഗമാർഗം അവലംബിക്കണം, എന്നിട്ട് ഈ പറയുന്ന ചിത്തനൈർമല്യം നേടണം, എന്നിട്ട് മോക്ഷപദവി അലങ്കരിക്കണം. ഇതാണ് ശരീരത്തിൻ്റെ മർത്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്നെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഋഷഭൻ ശ്രേഷ്ഠനാണ്. ഈ ഋഷഭൻ എന്ന് പറയുന്ന ശ്രേഷ്ഠ കഥാപാത്രം അവസാന കാലഘട്ടത്തിൽ കല്ലെല്ലാം തന്നെ വാരി വായിലിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നിരുന്നു. ആരോടും യാതൊന്നും ഉരിയാടാതെ, ആഹാരമൊന്നും കഴിക്കാതെ കാട്ടുതീയിൽപ്പെട്ട് വെന്ത് മരിക്കുന്നവരേക്ക് ഈ ഋഷഭൻ എന്ന് പറയുന്ന ജൈന മതക്കാരുടെ, ജൈന സമ്പ്രദായക്കാരുടെ ആദ്യത്തെ തീർത്ഥങ്കരൻ, അദ്ദേഹം വാസ്തവത്തിൽ ആരോടുമൊന്നും മിണ്ടാതെ ഇങ്ങനെ കാലം കഴിച്ചുകൂട്ടി. കുളാർണവ തന്ത്രത്തിലെ മാംസ സാധന എന്ന് പറയുന്നതിനെ നിർവചിക്കുന്നുണ്ട്. മാ ശബ്ദം കൊണ്ട് രസന എന്ന് പറയുന്ന നാക്കാണ് പോലും. അപ്പോൾ ഈ രസന എന്ന് പറയുന്ന നാക്ക് അതിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആ സാധകൻ്റെ പേരാണ് മാംസസാധകൻ. കോഴിയിറച്ചിയും അതുപോലെ പശു ഇറച്ചിയും ഒന്നും തിന്നുന്നവനല്ല. അതെല്ലാം വെച്ച് നിവേദിച്ചുകൊണ്ട് നിവേദ്യം നടത്തിക്കൊണ്ട് ആഹരിക്കുന്നവനല്ല. അതെല്ലാം തന്നെ പ്രാകൃതമായിരിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. നാക്കിനെ നിയന്ത്രിക്കുക, സംസാരം മാത്രമല്ല ആഹാരവും സ്വാദിഷ്ടമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ രുചിയറിഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ പരക്കം പായുന്നത് ശരിയല്ല എന്നുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ആ സാധകൻ്റെ പേരാണ് മാംസസാധകൻ. മദ്യസാധകനുമൊക്കെ വ്യത്യസ്തങ്ങളാണ് കുളാർണവതന്ത്രത്തിലെ നിർവചനം അനുസരിച്ച്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ പ്രാകൃത മനോഭാവം വിട്ടിട്ട് ഋഷഭൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ കാണുമ്പോൾ കല്ലുകൾ വാരി വായിലിട്ടുകൊണ്ട് അത് ചവയ്ക്കാനോ അരയ്ക്കാനോ പചിക്കാനോ അല്ല നമുക്കറിയാം. അത് വായിലിട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനറിയാം. ആരോടും ഇനി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മൗനിയായിട്ട് മുനിയായിട്ട് ഇനിയുള്ള കാലം കഴിച്ചുകൂട്ടാൻ പോകുന്നു. ആഹാരാദി പദാർത്ഥങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു, ഇനി വെള്ളം വേണ്ട, അതുപോലെ ഊണ് വേണ്ട, ഉറക്കം വേണ്ട എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഓടി നടക്കുന്ന അവധൂതഭാവം, വിദ്യയുടെ പരമകാഷ്ഠയിലേക്ക് എത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉദാഹരണം ഋഷഭൻ തന്നെ. ഈ പാരമ്പര്യത്തിലാണ് നമ്മൾ സപ്തദ്വീപുകളെ സംബന്ധിച്ച് തുടക്കത്തിൽ പറഞ്ഞതും സപ്തസാഗരങ്ങളെ പറ്റി പറഞ്ഞതും അവയെ ചുറ്റിപ്പറ്റി പ്രിയവ്രതൻ എന്ന് പറയുന്ന പ്രധാന ആ ജന്മത്തിൻ്റെ സൃഷ്ടിയുടെ തുടർക്കഥയായിട്ട് നമ്മൾ ഭരതനെയും കണ്ടു. ഭരതന് പക്ഷേ ഒരു ജന്മം കൊണ്ട് സാധിച്ചില്ല, പല ജന്മം വേണ്ടി വന്നു എങ്കിൽ കൂടി തീവ്രമായിട്ടുള്ള വൈരാഗ്യം, വിരക്തി,
അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പല ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു എങ്കിൽ കൂടി അദ്ദേഹവും നമുക്ക് ഇട്ടുതരുന്നത് വിദ്യയുടെ മറ്റൊരു മുഖമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉറപ്പിക്കേണ്ടത് വിദ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഞ്ചമസ്കന്ധമാണ് നാം വായിക്കുന്നത്. യോഗമാർഗം അവലംബിച്ചിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പൂജ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചത് പ്രാണായാമം ചെയ്ത് ശീലിക്കണമെന്നാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മന്ത്രമൂർത്തിയെ ആവാഹിക്കുമ്പോഴും പ്രതിഷ്ഠിക്കുമ്പോഴും പൂജിക്കുമ്പോഴും ആ സാധനയ്ക്കൊരു സമ്പൂർണ്ണത കൈവരിക്കണമെങ്കിൽ പ്രാണായാമം ചെയ്തിരിക്കണം. അപ്പോൾ ബ്രഹ്മചര്യ ദീക്ഷ ഈ പ്രാണായാമത്തിന് അനിവാര്യമാണ്. ഓരോന്നോരോന്ന് പടിപടിയായിട്ട് അതിൻ്റെ കൂടെ കടന്നു വരികയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിദ്യ സമ്പാദിക്കണമെങ്കിൽ ബ്രഹ്മചര്യം വേണമെന്ന് വന്നു. യോഗ സാധനയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ പതഞ്ജലി പറഞ്ഞു തന്നിട്ടുള്ളത്, യമം നിയമം ആസനം ഇത്യാദി, അതെല്ലാം തന്നെ അനുഷ്ഠിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ് അതെന്ന് കാണാം. അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വിദ്യ എന്ന് പറഞ്ഞാൽ തുരീയ പദവി അലങ്കരിക്കുന്നതാണ്. ഭാഗവതത്തിലുടനീളം കാണാം. ഹംസയോഗത്തെ സംബന്ധിച്ചുള്ള പ്രതിപാദനം യസ്മിൻ പാരമഹംസ്യമേകം അമലം ജ്ഞാനം പരം ഗീയതേ എന്നാണ് പാടിയത് ഭാഗവതത്തെ സംബന്ധിച്ച്. പരമഹംസന്മാർ പാടിയിട്ടുള്ള ജ്ഞാനം വിട്ടിട്ട് മറ്റ് യാതൊന്നും ഇതിലില്ല. ഹംസത്തിൻ്റെ അവതാരം വരുന്നത് ഏകാദശ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിലുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഹംസാവതാരം വരേക്ക് ചെന്ന് ഹംസത്തെ നമ്മൾ മനസ്സിലാക്കി ആത്മാവിനെ സാക്ഷാത്കരിച്ച് ആ പദവി അലങ്കരിക്കുമ്പോഴാണ് വിദ്യയുടെ പൂർണ്ണത. അത് നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാഗവതവും. അപ്പോൾ ആദ്യത്തെ അടിവരയിട്ടുകൊണ്ട് നാം പഠിച്ച് ഉറപ്പിക്കേണ്ടത് ഭാഗവതത്തിന് തനതായിട്ടുള്ളൊരു സ്വതന്ത്രമായിട്ടുള്ളൊരു വിദ്യാസമ്പ്രദായമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സർഗം വിസർഗം സ്ഥാനം പോഷണം ഓതി മന്നന്തരം ഇത്യാദി ദശലക്ഷണങ്ങളോടുകൂടി ഭാഗവതത്തെ ചിട്ടപ്പെടുത്തി ഇത്രമാത്രം ഭംഗിയായി രചിച്ച് വേദവ്യാസൻ ഇട്ടു തന്നിരിക്കുന്നത്. ആ വിദ്യയുടെ പരമകാഷ്ഠ എന്ന് പറയുമ്പോൾ നാം ആരാണെന്നുള്ളൊരു ബോധം ജനിപ്പിക്കുകയാണ്. അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം. ഈ ബ്രഹ്മോപദേശം 100 വട്ടം 1000 പ്രാവശ്യം 1,00,000 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം. ഇങ്ങനെ പറച്ചിലല്ലാതെ ഈ ചർവിത ചർവണം പോലെ പറയുന്നതല്ലാതെ നമുക്ക് തോന്നുന്നുണ്ടോ ഞാൻ ബ്രഹ്മം തന്നെ, ഞാൻ ആത്മാവ് തന്നെ, ഞാൻ ഈശ്വരൻ തന്നെ, അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന രീതിയിലേക്കൊരു ബോധം നമുക്ക് ഉണരുന്നുണ്ടോ? എന്തുകൊണ്ട് ഉണരുന്നില്ല? അതാണ് പഞ്ചമസ്കന്ധം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. ആ വാക്ക് അങ്ങനെ തന്നെ പ്രയോഗിക്കണം. വിനിയോഗം. നമ്മൾ മന്ത്രം സ്വീകരിച്ചുകൊണ്ട് ജപേ വിനിയോഗ എന്നെല്ലാം പറയുന്ന പോലെ പഞ്ചമസ്കന്ധം എങ്ങനെ വിനിയോഗിക്കണം? പഞ്ചമസ്കന്ധം കൈകാര്യം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യോഗധാരണയിലൂടെ ആരോഹണ പ്രക്രിയയിലൂടെ തുരീയ എന്ന് പറയുന്ന ആനന്ദത്തിൻ്റെ, സച്ചിദാനന്ദത്തിൻ്റെ, ആത്മാനന്ദത്തിൻ്റെ, ബ്രഹ്മ ആനന്ദത്തിൻ്റെ ആ ആത്മീയ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെനിത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലൈമാക്സ് അവിടെ എത്തിയിരിക്കണം. അതെപ്രകാരമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഭൂഗോള വർണ്ണന സത്യത്തിൽ ഇതിൽ പറയുന്ന ഈ ജിയോഗ്രഫി അല്ലെങ്കിൽ ഈ ഭൂമിശാസ്ത്രം പലപ്പോഴും നമ്മൾ വായിച്ചു നോക്കിയാൽ ഇന്ന് നിലവിൽ കാണുന്ന ആ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധം യാതൊന്നും ഉണ്ടാകില്ല. സ്കൂളുകളിലും അല്ലെങ്കിൽ കലാശാലകളിലും എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്ന ജിയോഗ്രഫി അതല്ല ഇത്. അപ്പോൾ ഈ ശുഖബ്രഹ്മം തൻ്റെ ശുഖശാസ്ത്രത്തിൽ പരീക്ഷത്തിന് ഇട്ടുകൊടുക്കുന്ന ഈ പഞ്ചമസ്കന്ധത്തിലെ ജിയോഗ്രഫി അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഘടന, അതിൻ്റെ വർണ്ണന തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് എന്നുള്ള മട്ട് വിട്ടിട്ട് ആ മണ്ണിൽ ഉരുത്തിരിഞ്ഞ് നമ്മുടെ ശരീരം എന്ന് തന്നെ ഉറപ്പിക്കണം. നമ്മുടെ ശരീരമാണ് ഈ ഭൂമി എന്നുള്ള ഭൂമി തത്വം, പൃഥ്വീതത്വം. ആ പൃഥ്വീതത്വത്തെയാണ് കീറി മുറിച്ച് 7 ആക്കിയത്. അവിടെ 7 ഖണ്ഡങ്ങളാക്കി. ആ 7 ഖണ്ഡങ്ങളാക്കിയിട്ട് ആ 7നും പേരെല്ലാം തന്നെ ഇങ്ങനെ കൊടുത്തു. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളെല്ലാം. പ്രസംഗത്തിൽ ഇങ്ങനെ പേരുകൾ പറഞ്ഞ് സമയം കളയണ്ട എന്ന് കരുതിയിട്ട് കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊതിക്കുന്നത്. എങ്കിൽ പോലും ഭാഗവതത്തിൽ പറയുന്ന ആ സ്ഥലങ്ങളുടെ പേരുകളും അല്ലെങ്കിൽ കീറിമുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ആ തലങ്ങൾ ഏത് എന്നെല്ലാം ഒന്ന് മനസ്സിലേക്ക് ഇടുന്നത് നല്ലതാണ്. ജംബുദ്വീപ്, ഓരോരോ ദ്വീപും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സമുദ്രവും ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. ജംബുദ്വീപ്, അതിൻ്റെ ചുറ്റും ഉപ്പ് സമുദ്രം, ഉപ്പ്. വാസ്തവത്തിൽ ഉപ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ നീ മണ്ണാകുന്നു എന്നെല്ലാം ബൈബിളിൽ പറഞ്ഞ പോലെ നീ ഭൂമിയിലെ ഉപ്പാകുന്നു എന്നൊരു പ്രയോഗമുണ്ട്. ഉപ്പ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ കമ്മോഡിറ്റി. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവ്യം, വളരെ പ്രാധാന്യമർഹിക്കുന്ന ദ്രവ്യം, അത് ഉപേക്ഷിക്കാൻ നിവർത്തിയില്ലാത്തത്, അനുപേക്ഷണീയം, അനിവാര്യം. അങ്ങനെ ഈ ജംബുദ്വീപിനെ ചുറ്റിപ്പറ്റി ഉപ്പ് സമുദ്രം,
അത് കഴിഞ്ഞാൽ അടുത്ത ദ്വീപിനെ പറ്റി പറയുന്നു പ്ലക്ഷം. അതിനെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ കരിമ്പ്, അതിൻ്റെ നീര് നിറച്ചിരിക്കുന്ന സമുദ്രം, ആദ്യം ഒപ്പിക്കുന്നത്. പിന്നെ ഈ കരിമ്പിൻ്റെ രസം എന്ന് പറയുമ്പോൾ മാധുര്യം ഏറുന്നതായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ശൽമല ദ്വീപ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റും മദ്യരസം, ലഹരി പിടിപ്പിക്കുന്നത്. ആ രസങ്ങളെല്ലാം തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ രസമാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന സംസാരത്തിൻ്റെ രസമാണ്. ഈ 7 ദ്വീപുകളും വൃക്ഷങ്ങളെ കൊണ്ട് അതിന് പ്രത്യേക പേരുകൾ ഇട്ടിരിക്കുന്ന ഇത് ഓരോന്നും സംസാര വൃക്ഷത്തിൻ്റെ പ്രതീകങ്ങളുമാണ്. അങ്ങനെ 7 ആ സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ ജംബുദ്വീപ്, പ്ലക്ഷദ്വീപ്, ശാൽമലദ്വീപ്, കുശദ്വീപ്, ക്രൗഞ്ചദ്വീപ്, ശാഖദ്വീപ്, പുഷ്കരദ്വീപ്, ഇങ്ങനെ ഇത്തരത്തിൽ 7 ദ്വീപുകളെപ്പറ്റി പറയുമ്പോൾ അവിടെ എല്ലാം തന്നെ പ്രത്യേക വൃക്ഷങ്ങളുള്ളത് കൊണ്ട് ഈ പേരുകൾ സിദ്ധിച്ചു എന്നും ആ വൃക്ഷം പ്രതിനിധീകരിക്കുന്നത് സംസാര വൃക്ഷത്തെയാണെന്നും നമ്മൾ ഉറപ്പിക്കുക. എന്താ സംസാര വൃക്ഷം? ദേവി ഈ ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായം ഊർധ്വമൂലമതശാഖമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസ്യസ്യ വർണ്ണാനീയസ്ഥം വേദസവേദവിത്ത്. അപ്പോൾ എല്ലാ തരത്തിലും തലകിഴുക്കണം തൂക്കായിരിക്കുന്ന ഒരു ആൽമരത്തെയാണ് ചിത്രീകരിച്ചു തന്നത്. നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഈ തലകിഴുക്കണം തൂക്കായ ഉത്താനപാദൻ്റെ കഥ. അപ്പം എവിടെ നമ്മൾ നോക്കിയാലും ഈ തലതിരിവ്, നേരെ നിൽക്കാതെ നേരെ ചിന്തിക്കാതെ എല്ലാം തന്നെ വളഞ്ഞ വഴിയിലോ അധോമുഖമായിട്ടുള്ള രീതിയിലോ ചിന്തിക്കുന്ന സമ്പ്രദായം സംസാരം. ജനിച്ചും മരിച്ചും കാലം കഴിച്ചു കൂട്ടുന്ന സംസാരം. ഈ സംസാരത്തിൽപ്പെട്ട് ഉഴലുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 തട്ടിങ്ങനെ കാണിച്ചു തന്നു സംസാരത്തിൻ്റെ 7 മുഖങ്ങൾ. ആ 7 തലങ്ങൾ, 7 പ്രദേശങ്ങൾ, അതെല്ലാം തന്നെ ചുറ്റിയിരിക്കുന്ന രസങ്ങളാണ്. ആ ഇക്ഷുരസോദം, ആ രസം നിറഞ്ഞിരിക്കുന്ന ആ സമുദ്രം, അതുപോലെ കരിമ്പിൻ്റെ പോലെ തന്നെ മദ്യം എന്ന് പറയുന്നത്, അതുപോലെ ഈ പറയുന്ന ഉപ്പ്, ക്ഷാരോദം. അപ്പം ഇതേ രീതിയിലുള്ള ഓരോരോ രസങ്ങൾ എന്ന് പറയുമ്പോൾ അത് സംസാരത്തിൻ്റെ ലക്ഷണം തന്നെ. ആഹാരാദി പദാർത്ഥങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് സ്വാദിഷ്ടമായിരിക്കുന്ന ഭക്ഷണമെല്ലാം തന്നെ കഴിക്കുമ്പോൾ അവിടെ സ്വാദ് നൽകുന്നതായിട്ടുള്ള രസങ്ങൾ ഉള്ള പോലെ ഇവിടെ 7 ഈ ഭൂപ്രദേശങ്ങൾക്കെല്ലാം തന്നെ ഓരോരോ രസങ്ങൾ നിറഞ്ഞ സമുദ്രങ്ങൾ ഇട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കലാശാലയിൽ, യൂണിവേഴ്സിറ്റിയിൽ, അക്കാഡമിക് എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭൂമിശാസ്ത്രമല്ല ഇത്. ഇവിടെ വ്യത്യസ്തങ്ങളായുള്ള രസങ്ങളെല്ലാം തന്നെ ഇട്ട് അത്തരത്തിൽ ആ ദ്വീപുകളെ ചുറ്റിപ്പറ്റി സമുദ്രങ്ങളെപ്പറ്റി പ്രകീർത്തിക്കാൻ കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ശരീരം പേറിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്ര, അവിടെ ഉണ്ടാകുന്ന അനുഭവരസങ്ങളാണവ. സംസാരത്തിലേക്ക് കടന്നു വന്ന് ജീവിച്ചു പോകുന്ന മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയാൽ ഉപ്പുരസവും കരിമ്പിൻ്റെ രസവും മദ്യത്തിൻ്റെ രസവും അത്തരത്തിൽ നെയ്യും തൈരും പാലുമെല്ലാം തന്നെ കഴിഞ്ഞ് ശുദ്ധമായിരിക്കുന്ന ആ ജലാശയം താണ്ടിയിട്ട് ശുദ്ധ അന്തരീക്ഷത്തിലേക്ക് പുഷ്കരദ്വീപിലേക്ക് കടക്കണമെന്ന് പറയുമ്പോൾ അനുഭവങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഗതികളെയും നമ്മൾ തരണം ചെയ്തിട്ട് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തണം. ഇവിടെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മനസ്സിനെപ്പറ്റി പാടിയത്, ആത്മാവിനെ പറ്റി പറഞ്ഞത്. അദ്ദേഹം രണ്ടിനെയും തമ്മിൽ എങ്ങനെ വേർതിരിക്കാമെന്ന് വളരെ വ്യക്തമായിട്ടും ഇട്ടു തന്നിരിക്കുന്നു മലയാള ഭാഗവതത്തിൽ. ഗുണകാമാത്മാവിനെ മാനസമെന്ന് ചൊൽവൂ. നമ്മൾ ഇപ്പോൾ ഈ ചുമന്നുകൊണ്ട് കിടക്കുന്ന ആത്മാവാണെങ്കിൽ തന്നെ ഈ ആത്മാവ് ചുമന്നുകൊണ്ടോ അല്ലെങ്കിൽ ഉള്ളിൽ കൂടി ഒഴുകിക്കൊണ്ടോ നടക്കുന്നു എങ്കിൽ കൂടി ഈ ആത്മാവിനെ പിടികിട്ടാതെ പോകുന്നത് മനസ്സായി മാറിയത് കൊണ്ടാണ്. അന്ധകരണത്തിൻ്റെ ചലിക്കുന്നൊരു ഭാവമാണല്ലോ ഈ മനസ്സ്. ഈ മനസ്സ് എന്ന് പറയുന്ന ഗുണങ്ങളും കാമനകളും ഉള്ളത് കൊണ്ട് ആത്മാവാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി. ആ മനസ്സിൽ നിന്ന് ഇവയെ അടർത്തിയെടുത്ത് ദൂരെ കളയാൻ സാധിച്ചാൽ ഈ ഗുണങ്ങൾ, ത്രിഗുണങ്ങളെയും കാമനകളെയും ആഗ്രഹങ്ങളെയും ഇതെല്ലാം തന്നെ അതിൽ നിന്ന് വിട്ടുകളയാൻ സാധിച്ചാൽ വളരെ സ്പഷ്ടമായിട്ട് ഇങ്ങനെ ആത്മാവ് ദ്യോതിക്കും, ആത്മാവ് ശോഭിക്കും. അപ്പോൾ ഏതൊരാത്മാവാണോ ശോഭിക്കേണ്ടത്, ശോഭിക്കാതിരിക്കാൻ കാരണം എന്താ? മനസ്സാണ്. ഈ മനസ്സിൽ കലർന്നിരിക്കുന്ന കലർപ്പാണ്, കണ്ടാമിനേറ്റഡായി പൊള്യൂട്ടഡ് ആയിരിക്കുന്ന ഈ മനസ്സ്. ആ മനസ്സിൻ്റെ ഈ ദുസ്ഥിതി കാരണം നമുക്ക് ആത്മാവിനെ പിടികിട്ടാതിരിക്കുന്നു, സാക്ഷാത്കാരം തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള രസങ്ങളെല്ലാം തന്നെ സമുദ്രങ്ങളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അത് സംസാരത്തിൻ്റെ രസങ്ങളാണെന്ന് കണ്ട് ഓരോ സമുദ്രത്തെയും ചുറ്റിപ്പറ്റിയുള്ള ആ രസങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമുദ്രങ്ങളെല്ലാം തന്നെ പതുക്കെ പതുക്കെ തരണം ചെയ്ത് എത്തിച്ചേരേണ്ടത് പുഷ്കരദ്വീപ് എന്ന് പറയുന്ന ശുദ്ധ അന്തരീക്ഷത്തിലേക്കാണ്. ഈ ശുദ്ധ അന്തരീക്ഷത്തെയാണ് നാം പുഷ്കരദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബ്രഹ്മാവിനെ പ്രതിഷ്ഠിച്ചത്. ഇവിടെ ഭൂഗോള വർണ്ണന അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ ചെന്നാൽ കാണാം
ബ്രഹ്മാവ് ഇങ്ങനെ 10,000 സ്വർണ്ണ ദളങ്ങളോട് കൂടിയിട്ടുള്ള താമരപ്പൂവിലിരിക്കുന്നു. ഒന്നുകൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ സിംബൽസ് എല്ലാം തന്നെ വളരെയേറെ ചിന്തനീയമാണ്. അവിടെ ജലാശയത്തിൽ ഇങ്ങനെ കിടക്കുന്ന പാലാഴിയെന്നോ അത്തരത്തിൽ ജലാശയത്തിൽ ഇങ്ങനെ ശയനം ചെയ്യുന്ന പത്മനാഭൻ്റെ നാഭിയിൽ നിന്നാണ് താമരത്തണ്ട് മുളച്ചു വന്നതും താമരപ്പൂ വിടർന്നതും. നാഭി എന്ന് പറയുന്ന സങ്കേതത്തെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ സംസാരിക്കുമ്പോഴും നാഭിക്ക് എന്തെന്നില്ലാത്ത റോളുണ്ട്. ഓങ്കാരം ജപിക്കുമ്പോഴും ഈ നാഭി പ്രദേശത്തിന് എന്തെന്നില്ലാത്ത ഒരു പദവിയുണ്ട്. നാഭി എന്ന് പറയുന്ന കഥാപാത്രമാണ് മേരുവിനെ വിവാഹം കഴിച്ച് അവിടെ ഋഷഭൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ അവതാര സ്വരൂപത്തെ സൃഷ്ടിച്ചു തന്നത്. ആ നാഭിയും ഈ നാഭിയും തമ്മിലുള്ള ബന്ധവും കൂടി ചിന്തിച്ചു നോക്കുക. വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മർമ്മമാണത്. അവിടെ തട്ടിയാൽ മുട്ടിയാൽ ചാവാനായിട്ട് പിന്നെ വേറെ ഒന്നും വേണ്ട, അത്രമാത്രം ശക്തമായിരിക്കുന്ന നാഭി. മേരു എന്ന് പറയുന്ന നട്ടെല്ലുമായിട്ട് വളരെയേറെ ബന്ധമുള്ള നാഭി മണിപൂര ചക്രത്തിൻ്റെ സ്ഥാനം. അപ്പം ഇവിടെയെല്ലാം തന്നെ ശരീരത്തെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി. ഈ ശരീരത്തിൽ തന്നെയാണ് ഉപ്പുരസമുള്ള ഏറ്റവും താഴത്തെ സമുദ്രമെന്നും അത് കഴിഞ്ഞാൽ നമ്മൾ കടന്നുകൂടുന്ന ആ ദ്വീപെന്നും അത് കഴിഞ്ഞാൽ കരിമ്പിൻ്റെ നീരും മദ്യത്തിൻ്റെ നീരും നെയ്യും തൈരും പാലും ഇതുപോലുള്ള ഈ നീരുകളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന സമുദ്രങ്ങളൊക്കെ ഈ ശരീരത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ താണ്ടിയിട്ട് മുകളിലേക്ക് കിടക്കണമെന്നും പറയുമ്പോൾ നമ്മൾ തലയിലേക്ക് കിടക്കണമെന്ന് വന്നില്ലേ? തല വളരെയേറെ നമ്മൾ ഉറപ്പിക്കേണ്ട നമ്മുടെ തല. ഇന്ന് എല്ലാവരും കൂടി ഗുസ്തിയാണ്. മദ്യനിരോധനം വേണോ, മദ്യവർജനം വേണോ? അവിടെ തന്നെ ഉൾപ്പോര്. കുറച്ച് നാളിങ്ങനെ ഇല്ലാതിരുന്നു, നിർത്തി, അപ്പോഴേക്കും ഈ പറഞ്ഞ കോഴ കീഴ ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം എല്ലാ തരത്തിലും വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു തലമാണ് ഈ മദ്യം. മദ്യം എന്ന് പറയുന്ന ആധ്യാത്മിക സാധനയിലൂടെ കിട്ടുന്ന മദ്യം, അത് മധു എന്ന് പറയുന്നത്, അത് വളരെ ശ്രേഷ്ഠം. അത് ഉണ്ടായിരിക്കണം, അത് ഉണ്ടാക്കിയെടുക്കണം, അത് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉള്ളിൽ തന്നെ ഉണ്ടാകേണ്ട മധുവിൻ്റെ സ്ഥാനത്ത് പ്രാകൃതമായ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ജനിപ്പിക്കുന്ന ഈ മദ്യം ബീവറേജസ് കോർപ്പറേഷൻ എല്ലാം തന്നെ വിളമ്പിക്കൊടുക്കുന്നത് കഴിച്ച് തലയെല്ലാം തന്നെ മന്ദീഭവിച്ച് തല ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നാൽ നമ്മൾ എങ്ങനെ പുഷ്കരദ്വീപിലേക്ക് കിടക്കും? അപ്പോൾ പുഷ്കരദ്വീപ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന നമ്മുടെ ശരീരത്തിലെ തലയാണെന്ന് ഉറപ്പിക്കുക. ഇന്നത്തെ കുട്ടികളും അതുപോലെ മുതിർന്നവരും വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോലമാണ് പാമ്പായിട്ടിങ്ങനെ ആടിക്കൊണ്ട് കിടക്കുന്ന മദ്യപാനികൾ. അതിൽ ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ പലരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആസക്തി വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. നിരോധിക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചാലും നടക്കാതെ അതിൽ തന്നെ പുഴുക്കുത്തു വരിക, അല്ലെങ്കിൽ കേടുകൾ സംഭവിക്കുക. പരീക്ഷിത്ത് തൻ്റെ രാജ്യത്ത് കലി കയറാൻ പാടില്ല എന്ന് ശാസിച്ചുകൊണ്ട് ആ കലിക്ക് ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തതാണ് ഈ മദ്യപാനം. കലിയോട് ചെന്നിരിക്കാൻ പറഞ്ഞ ആ സങ്കേതത്തിന് കൂടുതൽ പുഷ്ടി, അതിന് കൂടുതൽ പദവി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണെന്ന് നമ്മുടെ ഭരണകർത്താക്കൾ നടത്തുന്നത്. എങ്ങനെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ഇല്ലാതെയാക്കാം? തലയുടെ ഉണർവും പ്രകാശവും എല്ലാം തന്നെ ഇല്ലാതെയാക്കിയാൽ എന്തായിരിക്കും കിട്ടുക? ഈ പുഷ്കരദ്വീപിനെ പറ്റി ബോധ്യമില്ലാതെ വരും, ബോധമില്ലാതെ വരും. അവിടെയുള്ള 10,000 ദളങ്ങളുള്ള സ്വർണ്ണ പത്മം, അത്തരത്തിലുള്ള പത്മത്തെ കാണാൻ സാധിക്കാതെ വരും. അവിടെയുള്ള ബ്രഹ്മസ്വരൂപത്തെ, ഈ പറയുന്ന അനന്തൻ്റെ മേൽ പള്ളികൊള്ളുന്ന ഭഗവാന്റെ നാഭീപത്മത്തിൽ ജനിച്ച ബ്രഹ്മാവിനെ നമുക്ക് അറിയാൻ സാധിക്കാതെ വരും. ബ്രഹ്മാവിനെ അറിയാൻ സാധിക്കാതെ വന്നാലോ, വേദഗർഭൻ എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ള വേദം, അദ്ദേഹത്തിൻ്റെ ജപമാല, അദ്ദേഹത്തിൻ്റെ കമണ്ടലുവിൽ നമ്മളെ പ്രോക്ഷിക്കാൻ, തളിക്കാൻ, ശുദ്ധീകരിക്കാനുള്ള ജലം, അതിൻ്റെ മഹത്വമെല്ലാം തന്നെ അറിയാതെ മന്ദീഭവിച്ചിങ്ങനെ ഇരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചമസ്കന്ധത്തിലെ ഭൂമിയുടെ ആ വർണ്ണന, ആ ഗോളവർണ്ണന, അതിൻ്റെ സപ്തതലങ്ങളെ പറ്റിയുള്ള വിവരണം, അതെല്ലാം തന്നെ ശരീരത്തിലാണ് എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഭാഗവത പ്രേമികളായിട്ടുള്ള നമ്മൾ മുന്നോട്ട് പോകണം. അവിടെയാണ് വിദ്യ. അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞാൽ ആരോഹണമാണ്, അവരോഹണമല്ല. മുകളിലേക്ക് ഇങ്ങനെ ഊർധ്വഗതിയായിട്ട് ജീവനെ കൊണ്ടുപോകുന്ന ശൈലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ജീവൻ എവിടെ ചെന്ന് കിടക്കുന്നു എന്നൊരു ബോധം നമ്മൾ ഹിന്ദുക്കൾക്കിന്നില്ല. അവർ പറയുന്നു കയ്യിലാണോ, കാലിലാണോ, തലയിലാണോ. വെന്റിലേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് ജീവനുണ്ട് എന്നുള്ള മട്ടിലാണ്. ആ വെന്റിലേറ്റർ മാറിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അത് പോയി, എങ്ങോട്ടേക്ക് പോയി അറിയില്ല, പോയി. അപ്പോൾ എവിടെയാണ് ജീവൻ എന്നുള്ളത് നമ്മുടെ നാഭീപ്രദേശമായിട്ടും മൂലാധാരമായിട്ടും ബന്ധിച്ച് കിടക്കുന്ന ഈ ജീവൻ്റെ ഗതി, ജനിച്ചപ്പോഴേ തന്നെ തലകിഴക്കണം തൊക്കായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഭാവവും സ്വഭാവവും, അവിടെ കടന്നുകൂടിയിരിക്കുന്ന ജീവൻ തലകിഴക്കണം തൊക്കായിട്ട് കിടക്കുന്നതും, ശക്തേയ സമ്പ്രദായത്തിൽ ഇതര സമ്പ്രദായങ്ങളിലും ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ പോലും നമ്മൾ കാണുന്ന വിദ്യയിൽ ഏറ്റവും താഴത്ത് ചെന്ന് കിടക്കുന്ന ജീവനെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന കുണ്ടലിനി ശക്തി.
അമ്മ എന്ന് പറയുന്ന മായ എന്ന് പറയുന്ന പ്രകൃതി ജനിച്ചു വീണ ആ വ്യക്തിയുടെ ജീവനെ പൊതിഞ്ഞിങ്ങനെ വച്ചിരിക്കുകയാണ് ഏറ്റവും താഴത്തെ തട്ടിൽ. അവിടെ നിന്ന് ഉയരാനുള്ള ഒരു ലാഡർ, അതിനുള്ളൊരു കോണിയോ ഏണിയോ, അതാണ് നമ്മളിപ്പോൾ വായിച്ച ഈ സപ്തസാഗരങ്ങളും സപ്തസമുദ്രങ്ങളും. അപ്പം അത്തരത്തിൽ ചിന്തിച്ച് കഴിയുമ്പോൾ വിദ്യയുടെ ആദ്യത്തെ മുഖം വളരെ വ്യക്തമായി. വിദ്യ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് കുത്തിയിരുന്നു കൊണ്ട്, നട്ടെല്ലിനെ നിവർത്തിപ്പിടിച്ചുകൊണ്ട്, ഋജുകായനായിട്ട്, അങ്ങനെ ജിതശ്വാസൻ ജിതേന്ദ്രിയൻ എന്നെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ശരീരാന്തർഗതമായിട്ടുള്ള തല താഴത്തേക്ക് കിടക്കുന്ന മന്ദീഭവിച്ച നമ്മുടെ ജീവൻ്റെ താഴത്തേക്കുള്ള ഗതി നിരോധിച്ച് അതിന് മുകളിലേക്കുള്ള ഗതി മാറ്റിയെടുക്കുന്ന സമ്പ്രദായം തന്നെ വിദ്യ. ദ്വിതീയ സ്കന്ധത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ഞാൻ ആകർഷിക്കുകയാണ്. ആ ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞു തുടങ്ങുന്നു ഈ ഭാഗവതം ചുരുക്കത്തിൽ. അങ്ങനെ ചുരുക്കി പറഞ്ഞു തുടങ്ങിയ ശുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്നൊരു 3 ശ്ലോകങ്ങളിൽ താഴത്ത് നിന്ന് എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ജീവനെ പ്രാണായാമധാരയിലൂടെ അതിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ബ്രഹ്മരന്ധ്രം പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആ വിരാട് രൂപവർണ്ണന ധ്യാനക്രമം, സ്ഥൂലമായിട്ടുള്ള ഈശ്വരൻ്റെ ചിന്തനം ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഇത് സൂക്ഷ്മതലത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള ശരീരമാണ് നമ്മളുടേത്. അത് പൃഥ്വി, അത് മണ്ണ്, അത് ഭൂമി, അത് ഭൂഗോളം. അപ്പം ഈ നമ്മുടെ ശരീരത്തെയാണ് ഈ പറയുന്ന വരാഹമൂർത്തി വെള്ളത്തിലേക്ക് താന്നുപോയതിനെ ഉദ്ധരിച്ചത് എന്ന് കൂടി ചിന്തിക്കുക. ഇതോടൊപ്പം എങ്ങനെ വെള്ളത്തിലേക്ക് താണു? 2 തരത്തിൽ ചിന്തിക്കാം. ഇന്നത്തെ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ പോലുള്ള അവരെല്ലാവരും തന്നെ നിരോധിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ച് നമ്മുടെ വരുമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് ചെയ്യുന്ന ആ വെള്ളത്തിൽ മുങ്ങിയാലും മോശം. അതുപോലെ തന്നെ ഇവിടെ വെള്ളം എന്ന് പറയുമ്പോൾ സംസാരസാഗരത്തിലെ മുങ്ങലാകാം, അല്ലെങ്കിൽ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടകഥാപാത്രം ഭൂമിയെ താഴത്തേക്ക് കൊണ്ടുപോയി വെള്ളത്തിൽ താഴ്ത്തിയപ്പോൾ അതിനെ ഉദ്ധരിച്ചതാകാം. അവിടെയും നമ്മൾ കാണുന്ന എന്താ? ആസുരികമായിട്ടുള്ള ആവേശമെന്ന് പറയാം. നമ്മളിൽ എല്ലാവരിലും ഇപ്പോൾ കാണുന്ന ഈ ആസുരികമായിട്ടുള്ളൊരു ആവേശമാണ്. ആസുരികത വർദ്ധിച്ചു വരുന്ന രീതി, അതാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യകശുവായാലും ഹിരണ്യാക്ഷനായാലും അവരെല്ലാവരും തന്നെ ഈ പ്രപഞ്ചത്തോട് സംസാരത്തോട് പ്രതിപത്തിയുള്ളവർ. ആധ്യാത്മികത അവർക്ക് തീണ്ടിയിട്ടില്ല. കാരണം അവിടെ നിന്ന് പോകുന്നവരാണ്. ഇനി അങ്ങോട്ടേക്ക് ചെന്നെങ്കിൽ മാത്രമേ അത് ഇനി ഉണരുകയുള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലും ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന് പറയുന്ന സഹോദരന്മാരിൽ ആ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ്റെ സംസർഗം, ആ അസുരൻ ഭൂമിദേവിയെ തച്ചുപറിച്ച താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയത് കൊണ്ടുണ്ടായ ബന്ധം, ആ ബന്ധം കൊണ്ടുണ്ടായ കേട്, അങ്ങനെ ആസുരികമായിട്ടുള്ള പ്രവണത അതില്ലാതിരിക്കുമ്പോഴാണ് വിദ്യ. അതിനു വേണ്ടിയിട്ട് വിദ്യ. അപ്പോൾ എല്ലാ തരത്തിലും വിദ്യ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പ്രത്യേക സമ്പ്രദായമാണ് ഈ പറയുന്ന പഞ്ചമസ്കന്ധത്തിലെ അതിഗംഭീരമായിരിക്കുന്ന ഭൂഗോള വർണ്ണന. അതിൽ ജംബുദ്വീപ്, ഭാരതവർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങളെ പറയുന്നുണ്ട്. ഉപാസനാമൂർത്തികളെയും അവിടെ എടുത്തെടുത്ത് ഓരോരോ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നിന്ന സങ്കേതങ്ങളിൽ ഇന്നിന്നവരാണ് ഉപാസകന്മാർ, ഉപാസ്യദേവൻ ഇന്നതാണ്. ആ ഖണ്ഡങ്ങൾ വാസ്തവത്തിൽ ജംബുദ്വീപിൻ്റെ 9 ഖണ്ഡങ്ങളെപ്പറ്റി വർണ്ണിക്കുന്ന രംഗം ഓരോന്നോരോന്ന് എടുത്തിട്ടിട്ട് ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നമുക്കൊന്ന് ചെറിയ തോതിൽ നടത്താം. ജംബുദ്വീപ് എന്ന് പറയുന്ന സപ്തഖണ്ഡങ്ങളിലൊന്ന്, അല്ലെങ്കിൽ സപ്തദ്വീപുകളിലൊന്ന്. അതിനെ 9 ഖണ്ഡമായിട്ട് വീണ്ടും തിരിച്ചു. ഇളാവൃതം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിരിക്കുന്നത് ഇളാവൃതം. വളരെ ചിന്തനീയമായിട്ടുള്ള പ്രയോഗമാണ്. ഇളാവൃതത്തിലൂടെ ഭാഗവത കർത്താവ് നമുക്ക് ഇട്ടുവരുന്നത് ഇളയാലാവൃതം. ഇള എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തെ നമ്മൾ വേറെ രീതിയിൽ കാണുന്നുണ്ട്. നവമസ്കന്ധത്തിലെ ഇളയിൽ നിന്ന് ജനിച്ച പുരൂരവസ് എന്ന് പറയുന്ന അയളൻ്റെ ഗീത, അതും നമ്മൾ വായിക്കുന്നുണ്ട് ഏകാദശ സ്കന്ധത്തിൽ. അപ്പോൾ എല്ലാ തരത്തിലും ഇള എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നുള്ള രീതിയിൽ, സ്ത്രീ എന്നുള്ള രീതിയിൽ. സുദ്യുമ്നൻ എന്ന് പറയുന്ന കഥാപാത്രം ശാപഗ്രസ്തനായിട്ട് പെണ്ണായിട്ട് മാറുക. അവിടെ ഈ പെണ്ണായിട്ട് സ്ത്രീയായിട്ട് പരിണമിക്കുമ്പോൾ അയാൾക്കിട്ട പേരാണ് ഇള. അല്ലാത്ത സന്ദർഭത്തിൽ സുദ്യുമ്നൻ. നവമസ്കന്ധത്തിലെ സുദ്യുമ്നൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ദ്യുമ്നം തന്നെയാണ്. ദ്യുമ്നം എന്ന് പറഞ്ഞാൽ പ്രകാശം. നല്ല പ്രകാശമായിരിക്കുന്ന സുദ്യുമ്നൻ പെണ്ണായിട്ട് മാറി, പ്രകൃതിയായിട്ട് മാറി. 1 മാസം പ്രകൃതിയാവും, 1 മാസം പുരുഷനായിട്ടിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത രീതി അനുഷ്ഠിച്ചു പോരുമ്പോഴാണ്, സ്ത്രീയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബുധൻ കണ്ട് അവർ തമ്മിൽ ബന്ധമുണ്ടായിട്ട് അയളൻ എന്ന് പറയുന്ന പുരൂരവസ് ജനിക്കുന്നത്. അവിടെ ഇള എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നുള്ള അർത്ഥം നമുക്ക് കൽപ്പിക്കുകയാണെങ്കിൽ, പ്രകൃതിയോട് ബന്ധപ്പെട്ട് പ്രാപഞ്ചികനായിട്ട് വിഷയവാസനകളിൽ നിന്ന് വിരക്തിയില്ലാതെ ക്രീഡാവാനരത്തെ പോലെ അയളൻ എന്ന് പറയുന്ന പുരൂരവസ് തൻ്റെ ജീവിതം പാഴാക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നു. അവിടെ ഉർവശി എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ബന്ധത്തിലേക്കെല്ലാം തന്നെ പോകുന്ന രീതി, അയളൻ്റെ കഥ, അത് പ്രകൃതിയോട് ബന്ധപ്പെട്ടു. പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീയോട് ബന്ധപ്പെട്ടു.
വീണ്ടും നമ്മൾ ചിന്തിക്കണം. ഋഷഭൻ എന്ന് പറയുന്ന കഥാപാത്രം പഞ്ചമസ്കന്ധത്തിൽ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് യോഷി സംഘം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ സംഘി സംഘം. സ്ത്രീകളുമായിട്ടുള്ള സംഘം പോലും ഉപേക്ഷിക്കണം, സ്ത്രീ സംഘമുള്ളവരുടെ ബന്ധം പോലും ഉപേക്ഷിക്കണമെന്ന്. അവിടെ സ്ത്രീ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രകൃതി, സംസാരത്തിലേക്ക് വലിച്ചഴിച്ച് നമ്മളെ നശിപ്പിക്കുന്ന പ്രകൃതി, ആ പ്രകൃതിയുമായിട്ട് ബന്ധമുള്ളവരെ എല്ലാവരെയും ഉപേക്ഷിക്കണം. ഒരു ആധ്യാത്മികവാദിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവിടെ ആത്മസാക്ഷാത്കാരം നേടാൻ കൊതിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പതുക്കെ പതുക്കെ ഉപേക്ഷിക്കണം. പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നറിയാം. ഏതായാലും ഇള എന്ന് പറയുന്ന പ്രകൃതിയാണ്. ഈ പ്രകൃതിയെ വേദവ്യാസൻ ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ ഇട്ടു തരുന്നുണ്ട്. 5, 6, 7 അധ്യായങ്ങളിൽ നാരദപ്രീതനായിട്ട് ഈ വേദവ്യാസൻ ഭാഗവത രചനയ്ക്ക് മുതിർന്ന്, അദ്ദേഹത്തിൻ്റെ ആശ്രമമാണ് ശമ്യാപ്രാസം, അവിടെ കുത്തിയിരുന്ന കൊണ്ട് ധ്യാനനിരതനായപ്പോൾ തൻ്റെ ധ്യാനമുകുരത്തിൽ 2 സംഗതികൾ ഇങ്ങനെ പ്രത്യക്ഷമായി. ഒന്ന് ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരൻ, മറ്റൊന്ന് പ്രകൃതി എന്ന് പറയുന്ന ഈശ്വരി. അങ്ങനെ ഈശ്വരൻ ഈശ്വരി എന്ന് പറയുന്ന രണ്ടായിട്ട് നിൽക്കുന്നൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ ഈ മനോമുകുരത്തിൽ ദൃശ്യമായി എന്ന് ഉടനെ എന്ന് ചിന്തിക്കുകയാണ്. അവിടെ നിങ്ങൾ ഒന്നുകൂടി അത് വായിച്ചു നോക്കണം. ആ രംഗം ഇങ്ങനെ ധ്യാനനിരതനായിരിക്കുന്ന വേദവ്യാസന് പ്രകൃതിയെ കാണാൻ കഴിഞ്ഞു. ആ പ്രകൃതിയെ വിവക്ഷിക്കുന്നത്, പറയുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രകൃതിയാണ് വഞ്ചകി, ഇവളാണ് വാസ്തവത്തിൽ ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധം ഇല്ലാതെയാക്കിയത്. ഒന്നുകൂടി അത് ആവർത്തിക്കണം. ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധം ഇല്ലാതെയാക്കിയത്. അജ്ഞാനം എന്ന് പറയുന്നൊരവസ്ഥ കൈവല്യ നവനീതം പോലുള്ള കൃതികൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധമില്ലായ്മ അജ്ഞാനമെന്നാണ്. ഇവിടെ വേദവ്യാസർ ആദ്യം ദുഃഖിതനായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ നാരദൻ വന്ന് പ്രേരിപ്പിച്ചിട്ട് ഭാഗവത രചനയ്ക്ക് മുതിർന്നപ്പോൾ ആ ഭാഗവത രചനയിലൂടെ ധ്യാനത്തിൽ കടന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞ പ്രകൃതിയുടെ വൈഷമ്യം, പ്രകൃതിയുടേതായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനം, ഇവളാണ് വാസ്തവത്തിൽ ഈ ജീവജാലങ്ങളെ മുഴുവൻ ബ്രഹ്മമാണെന്നുള്ള ആ അനുഭവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്ന്. നമ്മളെല്ലാവരും ബ്രഹ്മമാണെന്നുള്ളൊരു തോന്നൽ വേണം. ബ്രഹ്മസത്യം, ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മൈവനാപര എന്ന് ആചാര്യസ്വാമികൾ. അപ്പോൾ എല്ലാ തരത്തിലും ജീവോ ബ്രഹ്മൈവനാപര, നമ്മൾ ഓരോരുത്തരും ഓരോ ജീവന്മാരും ബ്രഹ്മമാണെന്നുള്ള തോന്നൽ, ആ ബോധം, അടിയുറച്ച ആ ബോധം, അത് ഇല്ലാതാക്കിയത് ഈ പ്രകൃതിയാണെന്ന്. അതാണ് ഇള. ഇവിടെ ഇളാവൃതത്തിൽ ഇള എന്ന് പറഞ്ഞാൽ പാർവതീദേവി. അവിടെ സ്ത്രീ എന്നും അത്തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീ എന്ന് പറഞ്ഞാൽ സാതാര ഈ എന്നുള്ള ആ വ്യാഖ്യാനത്തോടുകൂടി സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ വിളനിലമാണ് പ്രകൃതി എന്ന് ചിന്തിച്ചാൽ മതി. സാത്വിക രാജസ താമസ ഗുണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയിലെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മളും ആകർഷിതരാകും. അങ്ങനെ നമ്മൾ വശംബതരായിട്ട് പല പല പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകും. അങ്ങനെ വരുമ്പോൾ സംസാരത്തിൽ മുങ്ങിക്കിടക്കും. ഈ സംസാരത്തിൽ മുക്കിക്കിടക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന രീതിയിലേക്ക് നയിക്കുന്നതാണ് ഈ പ്രകൃതി. അവളെയാണ് ഇള എന്ന് പറഞ്ഞത്. ഇളാവൃതത്തിൽ ശങ്കരനാണ് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ദേവൻ ശങ്കരൻ. നേരത്തെ പറഞ്ഞ ജംബുദ്വീപിൻ്റെ അല്ലെങ്കിൽ ആ 7 ദ്വീപുകളിലൊന്ന്, ആ ജംബുദ്വീപിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് ഈ ഇളാവൃതത്തെ പ്രതിഷ്ഠിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അവിടെ ശങ്കരനാണ് പ്രധാനപ്പെട്ട ദേവത. ശങ്കരൻ എന്ന് പറയുമ്പോൾ ശം എന്ന് പറയുന്ന ആധ്യാത്മികമായിട്ടുള്ള സുഖം പകർന്നു തരുന്നവൻ, ഉണ്ടാക്കി തരുന്നവൻ, ചെയ്തു തരുന്നവൻ ശങ്കരൻ. അപ്പോൾ ഈ ശങ്കരൻ എന്ന് പറയുന്ന ആ ദേവത അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന ഇളാവൃതത്തിൽ ഇളയാൽ ആവൃതമാണോ എന്ന്. ഇളയാലാവൃതം പാർവതിയാൽ ചുറ്റിപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ചുറ്റപ്പെട്ട രീതിയിലാണ് പാർവതി എന്ന് പറയുമ്പോൾ പ്രകൃതി. അങ്ങനെ പാർവതി എന്ന് പറയുന്ന പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ശങ്കരനെയാണ് ഇളാവൃതത്തിൽ കാണുക. ഭാഗവതം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ശുഖബ്രഹ്മം ഇതുപോലെ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടാണ് വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രഥമ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ ഇദ്ദേഹം ഇറങ്ങി വന്നത് ചുറ്റും സ്ത്രീകളായിരുന്നു, കുട്ടികളായിരുന്നു. അവിടെ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ആ ഭാവം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 16 വയസ്സുകാരൻ എന്നാണ് ഭാഗവതം പറഞ്ഞു തന്നത്. 16 വയസ്സുകാരൻ എന്ന് മാത്രമല്ല, ദിഗംബരൻ എന്നുകൂടി. അങ്ങനെ നഗ്നശരീരനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട ഇദ്ദേഹം ശിവൻ തന്നെയാണ്. അത്തരത്തിലൊരു സമീപനം ഭാഗവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമാണ്. തന്ത്രമായാലും മന്ത്രമായാലും ഗഹനങ്ങളായിട്ടുള്ള കാര്യങ്ങളായാലും നിഗമ ആഗമങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായിട്ടും പറഞ്ഞു തരാൻ തക്ക ശേഷി ശിവനേ ഉള്ളൂ. ആ ശിവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് മറ്റു പലതും. അതേ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഭാഗവതം ഉപദേശിക്കാനായിട്ട് ഇറങ്ങി വന്ന ശുഖബ്രഹ്മം നഗ്നൻ 16 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ സദാശിവൻ്റെ 16 കലകളുള്ള ഭാവം. അപ്പോൾ അതേ രീതിയിൽ 16 വയസ്സുകാരനായ ശുഖബ്രഹ്മം എപ്രകാരം വാസ്തവത്തിൽ ഇറങ്ങി വന്ന്
സ്ത്രീകളെല്ലാം തന്നെ അപ്പോൾ തിരോധാനം ചെയ്ത് ഗംഗാതീരത്ത് കുത്തിയിരിക്കുന്ന പരീക്ഷത്തിനോട് ഈ വിദ്യ, ഭാഗവത വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്ന കാണാം. ഇനി വീണ്ടും ഒരാവർത്തനം കാണുകയാണ് ഋഷഭനിൽ. ഞാനിതെല്ലാം തന്നെ ഇങ്ങനെ പരത്തി പറയുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വേണം. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മളിലൂടെ ജീവിക്കണം, ആ കഥാപാത്രങ്ങളിലൂടെ നമ്മളും ജീവിക്കണം. ഋഷഭനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവസാന കാലഘട്ടം വന്നപ്പോൾ അവധൂതനായി. ആചാര്യസ്വാമികളുടെ കൗപീന പഞ്ചകം പോലെ കൗപീനവന്ത ഖലു ഭാഗ്യവന്ത, യാതൊന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ വാസ്തവത്തിൽ കൈകൾ മാത്രമേ ഉള്ളൂ, പാത്രങ്ങളില്ല, തലയണയില്ല, കിടക്കയില്ല, കിടപ്പടമില്ല, യാതൊന്നുമില്ലാതെ ഇങ്ങനെ അവധൂതനായിട്ട് കിടക്കുന്നൊരു വ്യക്തി. അവിടെയും നഗ്നനായിട്ട് പരിണമിച്ചിരിക്കുന്നു. ഭാഗവത കഥാപാത്രങ്ങൾ ഇത്തരത്തിൽ നഗ്നന്മാരെ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താ? നഗ്നമായിട്ടുള്ള സത്യത്തെ പ്രതിപാദനം ചെയ്യുന്നതാണ് ഈ ഭാഗവതം. അത് വിദ്യ. നഗ്നമായിട്ടുള്ള സത്യം എന്ന് പറയുമ്പോൾ സത്യം പരം ധീമഹി എന്ന് നമ്മൾ എഴുതി വച്ചിരിക്കുന്ന പരമമായിട്ടുള്ള സത്യം, അതിനെ ഒരു സ്വർണം ഊടികൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുകയാണെന്ന് വേദം. അപ്പോൾ പരമമായിട്ടുള്ള സത്യത്തെ തേടി നടക്കുന്ന നമുക്ക് തടസ്സമായിട്ട് ഇതാ ഒരു മൂടി, അതിനെ മാറ്റിയെടുക്കണം. എങ്ങനെ മാറ്റിയെടുക്കാം? സ്വർണത്തിൻ്റെ പാത്രമാണ്, സ്വർണത്തിൻ്റെ കവറിങ്, അതുകൊണ്ട് നമുക്ക് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം എന്താ? സ്വർണം നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദ്രവ്യം. വാസ്തവത്തിൽ അതിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള താല്പര്യമില്ലായ്മ കൂടി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ പരമമായിട്ടുള്ള സത്യത്തെ തേടിക്കൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് ശുഖബ്രഹ്മത്തെ ആദ്യം കണ്ടു, ഋഷഭനെ പിന്നാലെ കണ്ടു, ജഡഭരതനെ പിന്നാലെ കണ്ടു, അവധൂത ഭാവത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നത്. ഏകാദശ സ്കന്ധത്തിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും കാണാം അവധൂതൻ, അവധൂതൻ്റെ ഗീത, 24 ഗുരുക്കന്മാരെന്നെല്ലാം പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക ചിത്രീകരണം. അവിടെ എല്ലാം തന്നെ നമ്മൾ നേടുന്നത് ഈ നടക്കുന്ന അന്വേഷിക്കുന്നത് ഈ വിദ്യയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇളാവൃതത്തെ പറ്റി പറയുന്നത് എന്താ? ഇളയാലാവൃതം. അവിടെ ആരെങ്കിലും കടന്നു എന്നാൽ ശാപഗ്രസ്തമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈ ഇളാവൃതത്തിനുണ്ട്. ആണ് പെണ്ണാകും പോലും, ആണ് പെണ്ണാകും. ആ പ്രകൃതിയുടേതായിട്ടുള്ള സ്വാധീനമോ അതിൻ്റേതായിട്ടുള്ള എന്തെന്നില്ലാത്ത ഭാവമോ അതിൻ്റെ പകർച്ചയോ നമ്മൾ കാണുകയാണ് ഇളാവൃതത്തിൽ. അതുപോലെ ഓരോരോ സങ്കേതങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇളാവൃതം ശങ്കരനാണ് ഉപാസനാമൂർത്തി, ആ മഹാപുരുഷ ദേവനാണ് വാസ്തവത്തിൽ ഉപാസിക്കുന്നവർ. അതേ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒടുവിലാണ് ഭാരതത്തെപ്പറ്റി പറഞ്ഞത്. ഭാരതം, ഇവിടെ ഭാരതം എന്ന് പറയുമ്പോൾ ഈ 9ാമത്തെ ഖണ്ഡം, മറ്റ് ഖണ്ഡങ്ങളിലെല്ലാം തന്നെ വാസ്തവത്തിൽ ദേവന്മാരിങ്ങനെ വസിക്കുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞു. ഭാരതഖണ്ഡം കർമ്മഭൂമിയാണ് എന്നുകൂടി സൂചിപ്പിച്ചു. ആ ഭാരതഖണ്ഡത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ജംബുദ്വീപിൻ്റെ വർണ്ണന. ഇത്തരത്തിലുള്ള ഭൂഗോള വർണ്ണന അനവധി അധ്യായങ്ങളിലൂടെ ആ ഭൂഗോള വർണ്ണന ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്കിട്ടാൽ ആധ്യാത്മ്യവിദ്യയുടെ പ്രസക്തി വിട്ടുപോകാനിടയുള്ളത് കൊണ്ട് ആധ്യാത്മ്യവിദ്യയിലേക്ക് വീണ്ടും തിരിച്ചു പോരാ. ഇത്തരത്തിലെല്ലാം തന്നെ എഴുതിപ്പിടിപ്പിച്ചുകൊണ്ട് മരണപ്രായനായിരിക്കുന്ന ആ പരീക്ഷത്തിനോട് ഗംഗാതീരത്ത് വെച്ചുകൊണ്ട് ഈ ഭൂമിശാസ്ത്രം പറഞ്ഞു കൊടുത്ത പരീക്ഷയ്ക്ക് എഴുതാനാ? ഈ ഭൂമിശാസ്ത്രമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് മരണപ്രായം 7 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. അതേ രീതിയിലുള്ള ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു പഞ്ചമസ്കന്ധത്തിലെ അതിപ്രഗത്ഭമായിട്ടുള്ളൊരു അവതരണം എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ മെരുക്കിയാണ് ഇരുന്നു കൊണ്ട്. ഒരു ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ശരീരത്തെ മെരുക്കിയ ഒരു സാധകൻ്റെ മൂലാധാരം മുതൽ ഈ പറയുന്ന തല എന്ന് പറയുന്ന സഹസ്രാരപത്മം വരേക്കുള്ളത് ആധാരചക്രണങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട് മെരുക്കാനായിട്ട് അദ്ദേഹത്തിനെ കഴിയൂ. ഒരുക്കിയെടുക്കാനും അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. അതാണ് ശുഖബ്രഹ്മത്തിൻ്റെ പ്രത്യേകത, സാക്ഷാൽ ശിവസ്വരൂപം. അപ്പോൾ എല്ലാ തരത്തിലും പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ശിവൻ തന്നെ ശുഖനായിട്ട് ഇവിടെ വന്നിരുന്നു കൊണ്ട് പരീക്ഷത്തിന് അവസാന സന്ദർഭത്തിൽ വിദ്യ നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ വിദ്യ പ്രദാനം ചെയ്തുകൊണ്ട് ലക്ഷ്യം എന്ന് പറയുന്ന, നേരത്തെ സൂചിപ്പിച്ച യദ്ഗത്വാ ന നിവർത്തന്തേ എന്ന് പറയുന്ന സങ്കേതത്തിലേക്ക് നയിക്കുന്ന ചിത്രം. അവിടെ നമ്മൾ ഈ പറയുന്ന കഥാപാത്രങ്ങളെ പഠിച്ചുകൊണ്ടിരുന്നാൽ എനിക്കും അബദ്ധം പറ്റും. കാരണം എന്താ? ഞാൻ ഏതായാലും ഇത് കാണാതെ പഠിച്ച് നിങ്ങൾക്ക് പ്രസംഗിക്കാമെന്ന് കരുതി വരും. ഈ കാണാതെ ഈ വാക്കുകളൊക്കെ പഠിച്ച് ഇവിടെ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും. കാരണം എന്താ? വേറെ വല്ല ചിന്ത വന്ന് പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറേ പേരുകൾ, നവമസ്കന്ധത്തിലെ വംശാവലി കാണാതെ പഠിക്കാമോ? ഒരു പുതിയ ഓടി കാറ് വാങ്ങിത്തരാം. എന്താ കാര്യം? ഈ പറഞ്ഞ വംശാവലി പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ സമയം പാഴാക്കാം, നമ്മുടെ ജീവിതം പാഴാക്കാം. അപ്പോൾ ജീവിതം പാഴാക്കുന്ന രീതിയിലേക്ക് പോകാതെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എന്തിനാണാവോ ഇത്തരത്തിൽ ഒരു പ്രത്യേക ഭൂമിയുടെ വർണ്ണന നടത്തിയത്? അത് മാത്രം ചിന്തിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടി. സത്യത്തിൽ ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങി, നമ്മൾ ഉണ്ണാനും ഉറങ്ങാനും വേണ്ടിയിട്ടല്ല ജനിച്ചത്. ശുഖബ്രഹ്മം തന്നെ കാണിച്ചു തരുന്നു. ജനിച്ച പാടെ വിട്ടുപോയ ശുഖബ്രഹ്മം പിന്നെ കാണുന്നത് നമ്മൾ ഈ പറയുന്ന ഭാഗവത അവതരണ വേളയിലാണ്. ദേവി ഭാഗവത്തിൽ മറ്റു രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ കൂടി അച്ഛൻ വേദവ്യാസൻ്റെ കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ഭാഗവതം പഠിച്ചു എന്നുള്ള മട്ടിലൊന്നും നമുക്ക് ചിന്തിക്കാൻ നിവർത്തിയില്ല. ജനിച്ച പാടെ എം പ്രവ്രജന്തം അനുഭേദം അഭേദ കൃത്യം എന്നുള്ള
ആ ശ്ലോകത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ജനിച്ച പാടെ തന്നെ ഓടിയെന്ന്. ആത്മസ്വരൂപനാ. ആ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള മകൻ അദ്ദേഹം പിന്നാലെ വരുന്ന ആദ്യമായിട്ട് ഈ ഭാഗവതം അവതരിപ്പിക്കാനാണ്. ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഈ ഭാഗവത അവതരണ വേദി അവിടെ വേദവ്യാസനുണ്ട്. ഏതൊരു വേദവ്യാസനാണോ ഈ പറയുന്ന ഭാഗവതം രചിച്ചത് അദ്ദേഹത്തിന് വായിച്ചു പറഞ്ഞു കൊടുത്താൽ പോലെ വായിക്കാതെ തന്നെയും പറഞ്ഞു കൊടുക്കാം. പക്ഷേ അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി ചെയ്യാൻ എന്തുകൊണ്ട് കൂട്ടാക്കിയില്ല? പകരം എന്തിനു വേണ്ടിയിട്ട് ഈ മകൻ അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അവതരിക്കുകയാണ് ഉണ്ടായത്. ശുഖബ്രഹ്മം എന്ന് പറയുന്ന ആ മകൻ്റെ അവതരണം. ഈ സന്ദർഭത്തിലാണ് ഭാഗവതത്തിൻ്റെ രസം. എഴുത്തച്ഛൻ മാത്രമേ അത് ഊറ്റി ശരിക്ക് പഠിച്ചിട്ടുള്ളൂ എന്നൊരു മട്ടിലേക്ക് നമ്മൾ പറയേണ്ടി വരും. ഭാഗവതം മലയാളത്തിൽ ആദിമൂല ശ്രീ പരമാനന്ദസ്വതയിൽ നിന്ന് ആദരാലിഴിഞ്ഞ് ഒഴുകിയിടിനോരമൃതവും പാനം ചെയ്ത് അലസാതെ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണെ. അവിടെ ഒന്ന് നിർത്തി, അല്പനേരം നിർത്തി ചിന്തിച്ചു നോക്കൂ. ഈ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണെ, ശുഗൻ എന്നുള്ളതിനെ ശുഗം എന്നാക്കിയിട്ട് ഒരു പെണ്ണ് തത്ത, അങ്ങനെയുള്ള ആ തത്തയെ കൊണ്ട് അത് എവിടെ ഇരിക്കുന്നു? ഈ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണെ. എവിടെ നിന്നൊഴുകി വരുന്ന ആത്മരസത്തെയാണ് ഇവൾ പറഞ്ഞു തരേണ്ടത്? ആദി മൂല ശ്രീ പരമാനന്ദസതയിൽ നിന്നാതരാൽ ഇഴിഞ്ഞ് ഒഴുകിയിടിനോരമൃതവും പാനം ചെയ്തിരിക്കുന്ന തത്ത. നമ്മുടെ മനസ്സിനെ വിട്ടിട്ട് മറ്റു വല്ലതും അവിടെ പറഞ്ഞോ? മനസ്സെന്ന് പറയുന്ന ആത്മാവിനെ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ് ആ മനസ്സിലിരിക്കുന്ന ആ തത്ത പൈങ്കിളി, എഴുത്തച്ഛൻ്റെ തുഞ്ചൻ്റെ തത്ത, അത് വാസ്തവത്തിൽ ശുഗൻ തന്നെ. കാരണം എന്താ? അതിന് പറയാൻ സാധിക്കും ഈ പറയുന്ന വേദം എന്ന് പറയുന്ന അറിവ്. ഏതൊരു വേദമാണോ അറിവാണോ ഇപ്പോൾ ഉള്ളിൽ തട്ടി ഉണർന്നുണ്ടാകേണ്ടത്, അതിനുവേണ്ടി അകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശുഗം തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ശുഗൻ എന്ന് വന്നില്ലേ? പരീക്ഷിത്ത് എന്ന് പറയുന്ന കഥാപാത്രം രാജാവ് 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കുമെന്നുള്ള ആ ഭയപ്പാടോടുകൂടി മരണവക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ അവിടെ പുറത്ത് പ്രത്യക്ഷപ്പെട്ട ആ ശുഗത്തെ പിടിച്ചകത്താക്കിയവനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, നിങ്ങളുടെ ഈ നാട്ടുകാരൻ. അപ്പോൾ ഈ വടക്കൻ പ്രദേശത്തിന് അഭിമാനിക്കാം. വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഈ പറയുന്ന മലയാള ഭാഗവതം പോലെ ഞാൻ പറയുകയാണെങ്കിൽ നാരായണീയം പോലും ആയിട്ടില്ല. വാസ്തവത്തിൽ ഈ പറയുന്ന ഭാഗവതത്തിൻ്റെ തുടക്കം മതി. അവിടെ എത്രമാത്രം പ്രഗത്ഭമായിട്ടാണ് ഈ ശുഗത്തെ അവതരിപ്പിച്ചത്, ശുഖബ്രഹ്മത്തെ എടുത്തിട്ട് തന്നത്. നമ്മുടെ മനസ്സിൽ തട്ടി ഉണരേണ്ട ഒന്നാണ് ഭാഗവതം എന്ന് വന്നില്ലേ? മനസ്സിൽ തട്ടി ഉണർന്നു വരേണ്ടത്. ഭാഗവതം മൂലത്തിൽ പോലും 12ാമത്തെ സ്കന്ധത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, വേദം ഉള്ളിൽ നിന്ന് വേദഗർഭനുണ്ടായതാണ്. ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ തട്ടി ഉണർന്നു വന്നതാണ് വേദം. അതുപോലെ തന്നെ ധ്യാനനിരതരായിരിക്കുന്ന വേദവ്യാസന് തൻ്റെ ആശ്രമത്തിൽ വച്ച് ഉണർന്നുണ്ടായതാണ് ഭാഗവതവും ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇവിടെ ശുഗനെ വേറെ മാറി നിർത്തിക്കൊണ്ട് ഉള്ളൊരു കഥാരീതിയിലേക്കാൾ നമ്മൾ ഉള്ളിൽ തട്ടി ഉണരുന്ന രീതി ഭാഗവതത്തിനുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ ഭാഷയെ നമ്മൾ പലപ്പോഴും സമാധി ഭാഷ എന്ന് പറയും. സമാധി ഭാഷ. ഭാഗവതത്തിൽ ലൗകിക ഭാഷ. രുക്മിണി സ്വയംവരം നടക്കുമ്പോൾ നമ്മൾ പുടവ് പൂജിക്കുക, രുക്മിണി സ്വയംവരം നടക്കുമ്പോൾ സ്വയംവര മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക, രുക്മിണി സ്വയംവരം നടക്കുമ്പോൾ ഈ പറഞ്ഞ പട്ടും താലിയും ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുക, പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നിവേദിച്ചുകൊണ്ട് മക്കളുടെ കാര്യമെല്ലാം തന്നെ പറയുക. ഫാമിലി കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളെല്ലാം തീരണേ എന്ന് വേണമെങ്കിൽ മൊത്തത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇഷ്ടംപോലെ കേസുകളാണ്, ആയിരക്കണക്കിന് കേസുകളാണ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുക. അവിടെ മുഴുവൻ വക്കീലന്മാർക്ക് ജാഗരയാണ്. അപ്പോൾ അതേ രീതിയിലുള്ള കേസുകളെല്ലാം തന്നെ അസ്തമിക്കാനല്ലയോ രുക്മിണിയമ്മേ? അങ്ങും ഈ പറയുന്ന ഭഗവാൻ, ഈ പറയുന്ന ശ്രീകൃഷ്ണ പരമാത്മാവും കൂടി ഒന്ന് കനിഞ്ഞ് അനുഗ്രഹിക്കണം സംവാദ സൂക്തം ഞാൻ ജപിക്കാം, എന്നാലെങ്കിലും കാര്യം നടക്കുമോ ആവോ. അപ്പം ഇതെല്ലാം തന്നെ പറയുമ്പോൾ ഉള്ളിൽ തട്ടി ഉണരേണ്ട പലതും ഉണരാതെ തികച്ചും നമ്മൾ പ്രാകൃതന്മാരായിട്ട് മാറുന്നുണ്ട് സപ്താഹവേദികളിൽ. വളരെയേറെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് അതിനേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന വിദ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അതൊന്നും വേണ്ട, ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നാൽ മതി, വീണ്ടും സംസാരം ഭുജിച്ചാൽ മതി, വീണ്ടും ഈ പറയുന്ന മദ്യരസവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്ഷരസവും അതുപോലുള്ള രസങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞാൽ മതി. ഒരിക്കലും പുഷ്കരദ്വീപിലേക്ക് കടക്കേണ്ട, പുഷ്കര സമുദ്രത്തിലെ ശുദ്ധ ജലാശയത്തിലെ ആ ജലത്തിൽ കുളിക്കുകയും വേണ്ട, അവിടെ തർപ്പിക്കുകയും വേണ്ട, അവിടെ നിന്ന് കടക്കുകയും വേണ്ട, ബ്രഹ്മത്തെ കാണുകയും വേണ്ട, അത്തരത്തിൽ ഈ പറയുന്ന 7ാമത്തെ തട്ടിലേക്ക് കടക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ഇങ്ങനെ കെട്ടിക്കടന്ന് നശിക്കും. നേരെ മറിച്ച് വിദ്യ, അത് ഈ പറയുന്ന പഞ്ചമസ്കന്ധത്തിലെ വിദ്യ, അത് കരഗതമായാൽ നമുക്ക് പതുക്കെ പതുക്കെ അവിടെ എത്തിയാൽ പ്രിയവ്രതനുണ്ടായ പ്രകാശത്തിൻ്റെ ധാര, അതാണ് വിദ്യ. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശമെന്ന് ഗുരുദേവൻ പാടി ആത്മോപദേശ. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ധ്യാനനിരതരായിട്ടുള്ള നിങ്ങൾ ധ്യാനിച്ചിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശത്തിലേക്ക് നമ്മളിങ്ങനെ വഴുതി വീഴും. പ്രകാശം കാണണം. ആ പ്രകാശത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ യോഗ സാധനയിൽ അത് ഇളം ചുവപ്പായിട്ട് കാണും,
അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ നീല, ഇത്തരത്തിൽ കളറുകൾ. നീലയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുക ആധ്യാത്മികവിദ്യയുടെ നിറം. അപ്പം ഏതായാലും അത്തരത്തിലുള്ള നിറങ്ങളെല്ലാം തന്നെ കാണും. പച്ച കിളിപ്പ വിഴപാൽ വർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്ക് ഷടാധാരം കടന്നുപരി, എഴുത്തച്ഛൻ പാടിയ ഹരിനാമകീർത്തനത്തിൽ. അപ്പം അതേ രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ കണ്ടിട്ട് ഈ നിറങ്ങൾ വിബ്ജിയോർ എന്ന് പറയുന്ന സപ്ത നിറങ്ങളെല്ലാം തന്നെ പോയിട്ട് ശുദ്ധമായിരിക്കുന്ന വെളുത്ത നിറം ആ ധവള രീതിയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന അനുഭൂതി, അതിങ്ങനെ ഒഴുകി ഒഴുകി ഒരു പ്രകാശ പ്രവാഹമായിട്ടോ പ്രളയമായിട്ടോ അത്തരത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ പ്രപഞ്ചമെല്ലാം തന്നെ കെട്ടടങ്ങിയിട്ട് ശബ്ദം പോലും ഇല്ലാതെയായിട്ട് പ്രകാശത്തിലേക്ക് അമരുക. അത് വിദ്യ. അത് ഈ പറയുന്ന ആദ്യത്തെ പ്രിയവ്രതൻ സാധിച്ചെടുത്തില്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കഥകളെല്ലാം. ഋഷഭൻ്റെ കഥയായാലും പിന്നാലെ വന്ന ഭരതൻ്റെ കഥയായാലും പിന്നാലെ ഭൂഗോളത്തെ ഇങ്ങനെ വിസ്തരിച്ച അനവധി അധ്യായങ്ങളിലൂടെ ഇട്ടു തന്നതും. ഒരു ചെറിയ കാര്യം പറയാൻ ഒരു 5 മിനിറ്റ് കഷ്ടി. ഏതായാലും പഞ്ചകോശങ്ങളെ മുറിച്ചുകൊണ്ട് അകത്തേക്ക് കിടക്കുന്ന ഒരു വിദ്യ ഇവിടെ പ്രകടമാണ്. പഞ്ചകോശങ്ങളെ മുറിച്ചുകൊണ്ട് എന്ത് ഈ പഞ്ചകോശാന്തരസ്ഥിത, ലളിതാ സഹസ്രനാമത്തിൽ കാണുന്ന പഞ്ചകോശാന്തരസ്ഥിത, സ്ഥൂലമയമായിരിക്കുന്ന അന്നമയകോശം, അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രാണമയകോശം, പിന്നെ മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, ഇങ്ങനെയുള്ള പഞ്ചകോശങ്ങളെ മുറിക്കുന്നത് ആധ്യാത്മിക വിദ്യയുടെ ഒരു ഭാഗമാണ്. ഷഡ്ചക്രങ്ങളെ മുറിക്കുന്ന പോലെ ഷഡ്ചക്രങ്ങളെ എങ്ങനെ ഭേദിക്കുന്നുവോ അതുപോലെ തന്നെ പഞ്ചകോശങ്ങളെ മുറിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ മനോമയകോശത്തിലേക്ക് എത്തിയാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, മനോമയകോശത്തിലേക്ക് എത്തിയാൽ മനസ്സുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഭുജിച്ചുകൊണ്ട് ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടാം. നേരെ മറിച്ച് ആനന്ദമയകോശത്തിലേക്ക് എത്തിയാൽ മനസ്സൊക്കെ പോയിട്ടൊരു പ്രത്യേക രീതിയിലേക്കായി. അതുകൊണ്ട് ആധ്യാത്മിക വിദ്യയിലെ ഈ പഞ്ചമസ്കന്ധത്തിലെ മനോമയകോശം വരേക്ക് നിന്നാൽ ലോകമായി. അപ്പോൾ മനോമയകോശം വരേക്ക് ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത്, അനുഭവിക്കുന്നത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകം, അത് മനോമയകോശം വരേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം വിട്ടിട്ട് ഒരു അലോകമുണ്ട്, അലോകം. ഈ അലോകം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? അത് ആനന്ദമയകോശം. അലോകമെന്ന് പറയുമ്പോൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിട്ടിട്ട് അലൗകികമായിട്ടുള്ള അനുഭൂതി നുകരുന്ന അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആനന്ദമയകോശത്തിലേക്കായി. ആനന്ദമയകോശത്തിനും മനോമയകോശത്തിനും ഇടയ്ക്കൊരു കോശമുണ്ടല്ലോ. അപ്പോൾ അത് ഏതായിരിക്കും? മനോമയകോശം, അതായത് സ്ഥൂലമായിരിക്കുന്ന അന്നമയകോശം, രണ്ടാമത്തെ പ്രാണം, പഞ്ചപ്രാണങ്ങളെ കൊണ്ടൊക്കെ കൊരുത്തിരിക്കുന്ന പ്രാണമയകോശം, അത് കഴിഞ്ഞാൽ മനോമയകോശം. അപ്പോൾ ഈ ലോകം മുഴുവൻ ഈ ലോകം കാണലൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ 5ാമത്തെ ആനന്ദമയകോശമാണ്. അതിൻ്റെ ഇടയ്ക്കൊരു വിജ്ഞാനമയകോശമുണ്ട്. ആ വിജ്ഞാനമയകോശം എന്തായിരിക്കും? അതാണ് പുഷ്കരദ്വീപ്. അത് ഉറപ്പിക്കുക. നമ്മുടെ ഈ പറയുന്ന സത്രത്തിൻ്റെ സൂത്രധാരനും എല്ലാമായിരിക്കുന്ന സ്വാമികളുടെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നപ്പോൾ അത്തരത്തിലൊന്ന് പറയണമെന്ന് തോന്നിയത്. വണ്ടിയിലിരുന്നു കൊണ്ടാണ് ചിന്തിക്കുക, നേരമൊന്നുമില്ല. ഇത്തവണത്തെ ഭാഗവത സത്രത്തിൻ്റെ ആചാര്യനാണ്, അവിടെ നിന്ന് ഓടിപ്പോന്നതാണ്. അത് എൻ്റെ നാട്ടിലാണ് താനും. അപ്പോൾ വണ്ടിയിലിരുന്നു കൊണ്ടാണ് എങ്ങനെ അവതരിപ്പിക്കേണ്ടതാവോ പലവട്ടം പലയിടത്തും ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമാകണില്ല. അപ്പോൾ ഈ പഞ്ചകോശങ്ങളെ മുറിക്കുന്ന രീതിയിലേക്കായാലോ പുഷ്കരദ്വീപിൽ ചെന്നാൽ ബ്രഹ്മാവിനെ കാണാം. ആ പുഷ്കരദ്വീപ് എന്ന് പറയുമ്പോൾ വിജ്ഞാനമയകോശമാണ്. ഈ വിജ്ഞാനമയകോശം കഴിഞ്ഞ് പൊട്ടിച്ച് പുറത്തേക്ക് പോകുമ്പോഴാണ് ആനന്ദമയകോശം. അതിൻ്റെ ഇടയ്ക്കാണപ്പാ മറ്റൊരു പർവ്വതത്തെപ്പറ്റി പറയുകയാണ് ഇവിടെ, ലോകാലോക പർവ്വതം. നിങ്ങൾ പലവട്ടം കേട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഓടി അതും ഇതൊക്കെ കൂട്ടിക്കലർത്തി ഇങ്ങനെ ഇട്ടു തരുന്നത്. ഈ ലോകാലോക പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താ? ലോകം മനോമയകോശം, അലോകം അലൗകികം ആനന്ദമയകോശം, അതിൻ്റെ ഇടയ്ക്കൊരു പർവ്വതം. ഇന്ന് എന്തിനു വേണ്ടിയിട്ട് ഈ വിജ്ഞാനമയകോശത്തെയും വാസ്തവത്തിൽ അലൗകികമായിരിക്കുന്ന ആനന്ദമയകോശത്തെയും വേർതിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കടക്കാൻ ബുദ്ധിമുട്ടി ജനിപ്പിച്ചുകൊണ്ട് ഒരു പർവ്വതനിര, അതിൻ്റെ പേരാണ് ലോകാലോക പർവ്വതം. ഭാഗവതം ദശമസ്കന്ധത്തിൽ സന്താനഗോപാലകഥ വൈകുണ്ഠത്തിലേക്ക് ഈ മധ്യമപാണ്ഡവനായിട്ടുള്ള അർജുനനെയും കൂട്ടി സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് രഥത്തിൽ കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. വൈകുണ്ഠത്തിലേക്ക് പോകണമോ? പഞ്ചകോശങ്ങളെ മുറിക്കുക. അവിടെ വന്ന് ഞാൻ നിർത്തുകയാണ്. പഞ്ചകോശങ്ങളെ മുറിച്ചാൽ നിങ്ങൾക്ക് യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന വൈകുണ്ഠത്തിലേക്ക് എത്താം. അത് വിദ്യ. അത് വിട്ടിട്ട് മറ്റുള്ളതെല്ലാം തന്നെ അവിദ്യ. ഭാഗവതം കയ്യിലേന്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിദ്യ എന്നുള്ള മട്ടിലേക്ക് വരണമെങ്കിൽ അവിദ്യയിലേക്ക്, അവിദ്യ എന്ന് പറയുന്ന സംസാരത്തിലേക്ക് യാതൊരു കാരണവശാലും ഒന്നും നോക്കാൻ പോലും പാടില്ല. നമ്മൾ ഉറ്റുനോക്കുന്നത് യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന വൈകുണ്ഠമാണ്, അലൗകികമായിട്ടുള്ള സങ്കേതമാണ്, ആനന്ദമയകോശവും കൂടി കടന്നിട്ടാണ്. അതുകൊണ്ട് ഈ ശ്രോതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പഞ്ചകോശങ്ങളെ മുറിക്കുന്ന ഒരു ധാരണയിലേക്കും ധ്യാനത്തിലേക്കും അത്തരത്തിലൊരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ വരണം. ഭാഗവതത്തിൽ ഷഡ്ചക്രഭേദനം പ്രത്യേകിച്ച് പറയുന്നില്ല.
അല്ലെങ്കിൽ അതെല്ലാം തന്നെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. പഞ്ചകോശങ്ങളെ മുറിക്കുന്നത് നരകാസുര വധത്തിൽ നമുക്ക് കാണാം. എങ്ങനെയാണ് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി സത്യഭാമാസഹിതനായിട്ട് മുരാസുരനെ കൊന്നും നരകാസുരനെ നിഗ്രഹിക്കാനായിട്ട് പോകുമ്പോൾ ഓരോരോ കോട്ടകൾ ഇങ്ങനെ മുറിക്കുന്നുണ്ട്. ഗത കൊണ്ടും അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ടും ഓങ്കാരം അല്ലെങ്കിൽ ശംഖധ്വനിയെ കൊണ്ടും എല്ലാം തന്നെ ഓരോരോ രീതിയിൽ ഓരോരോ കോശങ്ങൾ മുറിച്ചുകൊണ്ട് അകത്ത് എന്നിട്ടാണ് തൻ്റെ തന്നെ സന്തതിയായിരിക്കുന്ന നരകാസുരനെ നിർജീവമാക്കുന്നത്, നിർവീര്യമാക്കുന്നത് നാരായണ അസ്ത്രമെല്ലാം തന്നെ അയാളിൽ നിന്ന് തിരിച്ച് ഇങ്ങനെ ഏറ്റുവാങ്ങുന്നത്. അവിടെയെല്ലാം തന്നെ ഒരു പ്രത്യേക സമ്പ്രദായം, സാധനാ സമ്പ്രദായം, ഒരു ധ്യാന സമ്പ്രദായം കാണാം. 14-ാമത്തെ അധ്യായം ഏകാദശ സ്കന്ധത്തിൽ ധ്യാനത്തെപ്പറ്റി പറയുന്നുണ്ട്. നാരായണീയത്തിൽ 95-ാം ദശകത്തിൽ പറയുന്നത് അതെല്ലാം തന്നെ വാസ്തവത്തിൽ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ സാധനയിൽ നിത്യവും ഷഡ്ചക്രങ്ങളെ മുറിച്ച് കയറുക, ഇറങ്ങുക, നിത്യവും പഞ്ചകോശങ്ങളെ മുറിച്ച് കയറുക, അകത്തേക്ക് കയറി ആനന്ദമയകോശവും വിട്ടിട്ട് വൈകുണ്ഠത്തെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവൻ എത്തേണ്ട സ്ഥലത്തെത്തും. യദ്ഗത്വാ ന നിവർത്തന്തേ എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള സങ്കേതത്തിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളാണ് ഈ പഞ്ചമസ്കന്ധത്തിലുള്ളത്. അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം തന്നെ പലതും ഇനിയും ചോർത്തിയെടുത്ത് അതിസുന്ദരമായിരിക്കുന്ന ഈ യോഗവിദ്യ അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ യോഗവിദ്യ വളരെയേറെ നമ്മൾ അവലംബിക്കേണ്ട ഒന്നാണ്. യോഗം എന്ന് പറഞ്ഞാൽ ജീവബ്രഹ്മ ഐക്യം. ജീവബ്രഹ്മ ഐക്യം എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഈശ്വരനുമായിട്ടുള്ള സായുജ്യ പദവി, കൈവല്യം എന്നെല്ലാം തന്നെ ശിവപുരാണം പറയും. ഇവിടെ നമ്മൾ പറയുന്ന സായുജ്യം എന്നുള്ള ഭാഗവത ഭാഷ. അപ്പോൾ ഏതായാലും ഈ സായുജ്യ പദവിയോ കൈവല്യ പദവിയോ അത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗമാർഗം അത് അവലംബിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കണം. അതാണ് വാസ്തവത്തിൽ പരീക്ഷത്തിലെ ഇരുത്തി മെരുക്കി അതെല്ലാം തന്നെ നേടിക്കൊടുത്തിട്ടാണ് പോഷണ ലീലകളിലേക്ക് ഷഷ്ഠസ്കന്ധത്തിലേക്കെല്ലാം തന്നെ കിടക്കുന്നത്. ഓരോരോ ലീലകൾ ഇങ്ങനെ പറഞ്ഞ് അയാളെ വേണ്ട രീതിയിൽ 7 ദിവസം കൊണ്ട് നല്ല സുന്ദര ആത്മസ്വരൂപനാക്കി മാറ്റിയെടുത്തു. ശരീരത്തെ വിസ്മൃതമാക്കി, ആത്മാവിനെ സ്മൃതമാക്കി, ഏതൊന്നാണോ ഓർക്കേണ്ടത് അതിനെ ഓർപ്പിച്ചു. ആ ഈശ്വരൻ എന്ന് പറയുന്നത് ആരാണെന്നിങ്ങനെ ധരിപ്പിച്ചു. വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാക്കി. ആ ധാരണ വച്ചു പുലർത്തിക്കൊണ്ട് ധ്യാനത്തിലേക്കും അദ്ദേഹത്തിന് നീങ്ങാൻ കഴിഞ്ഞുവെന്ന്. ഇത് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. തന്നിരിക്കുന്ന സമയം 10:15 വരെ. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇട്ട് തന്നിരിക്കുന്നതിൽ എല്ലാം ഓർക്കേണ്ടതില്ല. ഒരു കാര്യം മാത്രം ഓർക്കുക, ശരീരം നമുക്ക് യോഗ സാധനയ്ക്കുള്ളതാണ്. ആ യോഗ സാധനയിൽ ധ്യാനക്രമം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈനംദിന ജീവിതത്തിൽ ഒന്നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് നമ്മൾ എത്തേണ്ടതായിട്ടുള്ള ഉള്ളിലേക്ക് കടന്ന് കയറിയേ മതിയാവൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകൂ. കിടഞ്ഞ് പരിശ്രമിക്കുക. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. എല്ലാ ഈശ്വരാനുഗ്രഹം പോലെ ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച.